ഇതെല്ലാം കഴിഞ്ഞു. ഞാൻ ഈ വളരെ ചുരുക്കാണ്. ഈ തർക്കങ്ങളും ചർച്ചകളും എല്ലാം പല ഭാഗത്തും എത്തിയപ്പോ അവസാനം അമ്പലക്കടവ് പൈസ ഒരു വെല്ലുവിളി നടത്തി. എന്താ വെല്ലുവിളി എന്നറിയോ? UAE വന്നിട്ട് ഖസറജിന്റെ അടുക്കൽ ഇത് പരിശോധിക്കാൻ തയ്യാറാണോ എന്ന്. ഇൻഷാ അല്ലാഹ് അതിനു മുമ്പ് രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്. ഒന്ന്, ഇവര് പറഞ്ഞു ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷേർ മുബാറക്ക് കത്തിച്ചു നോക്കണം. അങ്ങനെ പറയാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷേർ മുബാറക്ക് കത്തിച്ചു നോക്കണമെന്ന് പറഞ്ഞു. അത് അവരുടെ സെക്രട്ടറി പറയട്ടെ. ചെറുച്ചൊരു മുസ്ലിയാർ സമസ്തയുടെ സെക്രട്ടറി പറയാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു മുടി തീയിലിട്ടാൽ അത് കരിയില്ല. അത് തങ്ങൾക്കുള്ള ഹുസൂസിയാത്തിൽപ്പെട്ടതാണ്. അപ്പൊ തീയിലിട്ടാൽ അല്ല, തീയിൽ വീണാൽ അതിന്റെ അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുടി കൊണ്ടുപോയി തീയിലിട്ട് നോക്കണമെന്നല്ല. സമസ്തയുടെ സെക്രട്ടറിയാണ്, വലിയ ഉയർന്ന പണ്ഡിതന്മാരെടുക്കൽ നിന്ന് ഓതിപ്പടിച്ചവരാണ്. പക്ഷേ പല വിഷയത്തിലും സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കാത്തത് കൊണ്ട് പലതും പാളിപ്പോകുന്നതാണ്. അല്ലാഹു അവരെയും നമ്മളെയും എല്ലാം അഹ്ലുകാരിൽപ്പെടുത്തി നന്നാക്കി തരട്ടെ. അതുകൊണ്ട് മോമിനീങ്ങളെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇദ്ദേഹം പറയുന്നത് കേട്ടോ, ഒരു SSFന്റെ പ്രവർത്തകനല്ല, സമസ്തയുടെ സെക്രട്ടറി. കുഞ്ഞിനബിന്റെ മുടിയാണോ അല്ലേ എന്നറിയാൻ കത്തിച്ചു നോക്കുന്ന ആർക്കറിയില്ല. അതാ എവിടെയുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷേർ മുബാറക്ക് കത്തിച്ച തീയിലേക്ക് കാണിച്ച സംഭവങ്ങൾ ഉണ്ടാകാം. പക്ഷേ അത് പരീക്ഷിക്കാൻ വേണ്ടി കത്തിക്കണം എന്ന് പറഞ്ഞ ഉദ്ധരണികൾ എവിടെയുള്ളത്? ഏത് കിതാബിന്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം സംസാരിക്കുന്നത്? അവർക്ക് അവരുടെ ബഹുമാനമുണ്ട്. ഞാൻ എത്രയോ ചെറിയ ആളാണ്, മുതഅല്ലിമാണ്. ഞങ്ങളുടെ ഉസ്താദുമാർ പഠിച്ചത് മൂത്തവരെയും വലിയവരെയും ആദരിക്കാനാണ്. ആദരപൂർവ്വം അതുകൊണ്ട് ചോദിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷേർ മുബാറക്ക് അത് പരീക്ഷിക്കാൻ കൊണ്ടുപോയി കത്തിച്ച് നോക്കണമെന്ന് എവിടെയാണുള്ളത്? സഹോദരാ, ഇവിടെ വേദി സംഘടിപ്പിച്ച ആരെങ്കിലും അതിന്റെ തെളിവൊന്ന് വേദിയിലേക്ക് തരാമോ? കുഞ്ഞിനബിന്റെ മുടിയാന്ന് ഉറപ്പായി നിൽക്കുക. എന്നാലേ കത്തിച്ച കത്തൂല. ആ മുഴങ്ങിടത്ത് കാണാൻ കത്തിക്കലും വിരോധമില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷേർ മുബാറക്കാണെന്ന് കുറെ മോമിനീങ്ങൾ പറഞ്ഞ ഷേറിനെ കത്തിക്കാൻ പാടില്ല. അതാണ് മുസ്ലിം ലോകം മനസ്സിലാക്കേണ്ടത്. അല്ലാതെ കത്തിച്ചുകൊണ്ട് നടക്കണമെന്നല്ല. വെറുതെ അങ്ങനെ തീയിലിട്ടാൽ ശരിയില്ല. ഇതൊരു ലക്ഷണം. ഇനി ഉറപ്പായി വെക്കുക. എന്നാൽ തീയിലിട്ടാലേ ആ മോചനത്ത് കണ്ടൂടെ. അപ്പൊ തീയിലിട്ടിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞാണ്ട് പോവും. എന്നാ ഈ പണി കഴിഞ്ഞല്ലോ. കഴിഞ്ഞാണ്ട് പോകുന്നു. എത്ര നിസ്സാരമായിട്ടാ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷേർ മുബാറക്ക് തീയിലിട്ടാൽ കത്തിയില്ലെങ്കിൽ മോചനത്ത് ജനങ്ങൾ കാണും. കത്തിയാലോ ആ കാര്യം കഴിഞ്ഞില്ലേ? എന്തൊരു അദബുകേടായ വർത്തമാനമാണ് ഷേർ മുബാറക്കിനോട് പറയുന്നത്. അല്ലാഹു തആല നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള തഅദീമ് വർദ്ധിപ്പിച്ചു തരട്ടെ. എന്നാൽ ഇവരുടെ വാദത്തിന് നമ്മൾ നാളെ അതിന് തയ്യാറായ ഇവർ അംഗീകരിക്കുമോ? അംഗീകരിക്കൂല. എന്തുകൊണ്ടാ? അതവരുടെ ദാറുൽ ഹുദയുടെ വൈസ് ചാൻസലർ പറയുന്നുണ്ട്, ഈ ഷേർ മുബാറക്ക് കത്തിച്ചാൽ കത്തൂല. ആ കത്താതെ വരുമ്പോ ജനങ്ങൾ വഞ്ചിതരാകുന്നു. കാരണം എന്താ? നാളെ ഇനി അതിന് നമ്മൾ തയ്യാറായാലും അവർ സമ്മതിക്കൂല എന്നാ പറയാം. അന്നഹും ഖദ് യുഹാജ്ജൂകും, ചിലപ്പോൾ നിങ്ങൾ അവർ വെല്ലുവിളിക്കും, ബിഅന്ന ശഅറത്തുർ റസൂലി ബിഅന്നഹു ശഅറത്തുർ റസൂൽ بأن شعرة الرسول صلى الله عليه وسلم لا تأكلها النار. നബി തിരുമേനിയുടെ മുടി തീയിൽ കരിയുകയില്ല എന്നവരെ നിങ്ങളോട് വെല്ലുവിളിക്കും. വഖദ് യവരിമൂന النار في الشعرة, അവർ തീയിൽ മുടി കാണിക്കുകയും ചെയ്യും. വലാ തഹ്തരി, മുടി. ഇപ്പോ ഈ ഇദ്ദേഹത്തിന്റെ സഹോദരൻ ഒരു കത്ത് കൊണ്ട് കൊടുത്തു പോലും. എന്താ കത്ത്? മക്കയിൽ ജീവനോടെ വന്ന ഹജറജി ലക്ഷങ്ങളെ സാക്ഷി നിർത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷേർ മുബാറക്ക് കൊടുത്തു. ആ ഷേർ മുബാറക്ക് ശരിയല്ല എന്ന് പറയാൻ UAE നിന്ന് കത്ത് കിട്ടിപ്പോയി. ബുദ്ധിയുള്ള സമൂഹമേ, ഒരാളുടെ കത്തിനാണോ മൂല്യമുള്ളത്? ഓടലോടെ ജനലക്ഷങ്ങളുടെ സാന്നിധ്യത്തിൽ വന്നിട്ട് സംസാരിച്ചതിനാണോ തെളിവ്? രണ്ടിലേതിനാണ് പ്രമാണം കൂടുതലുള്ളത്? അപ്പോൾ ആ കത്തിനു തന്നെ പ്രസക്തിയില്ല. പിന്നെയോ അവര് പത്രക്കാർക്ക് കൊടുത്ത കത്തൊന്നാണ്,
അവരുടെ ദാറുൽ ഹുദാ സമ്മേളനത്തിൽ വായിച്ച കത്ത് വേറെ ഒന്നാണ്. രണ്ടും രണ്ടു കത്തല്ലേ. അപ്പൊ ഇവിടെ വന്ന വിദ്വാനെ പറഞ്ഞെന്താണെന്നറിയോ, ഒരു കത്ത് കൊടുത്തപ്പോ ഞങ്ങൾ പറഞ്ഞു ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാം കുറച്ചുകൂടെ ഗുരുതരാന്ന് പറയുമ്പോൾ വിശദീകരിച്ച് വേറെ കത്തും കൂടെ കൊടുത്തു. എന്നാൽ ആ രണ്ട് കത്തും പത്രക്കാർക്ക് കൊടുത്തുകൂടായിരുന്നു. രണ്ടാമത്തെ കത്തിൽ മുഴുവൻ വിഷയം ഉണ്ടെങ്കിൽ ഒന്നാമത്തെ കത്ത് മാറ്റി വെച്ചുകൂടായിരുന്നു. പിന്നെ ഇവര് പറയുമ്പോഴെല്ലാം കത്തെഴുതി കൊടുക്കാൻ അവിടെ ആലോചിക്കല്ലേ. എന്തൊരു അസംബന്ധമാണ് ഈ പറയുന്നത്. അപ്പോൾ സമൂഹത്തിന്റെ ഇടയിൽ പ്രമാണം കൊണ്ട് പിടിച്ചു നിൽക്കാൻ വയ്യാതെ വരുമ്പോ ആവശ്യമില്ലാത്ത വിഷയങ്ങൾ വലിച്ചുകൊണ്ടുവന്നിട്ട് ആ കത്തിൽ നിന്നാണ് വായിക്കുന്നത്. വെല്ലുവിളിക്ക് വേണ്ടി അവരെ മുടി കത്തിക്കാൻ തയ്യാറായാൽ ഹസ്രജി AP ഉസ്താദ് അവരുടെ കയ്യിലേക്ക് കൊടുത്ത മുടി കത്തുകയില്ല. പറയുന്നതാരാണ്? നിങ്ങൾക്ക് അയച്ചു തന്ന കത്തിൽ നിന്ന് നിങ്ങളുടെ ദാറുൽ ഹുദയിലെ വൈസ് ചാൻസലർ എന്ന് പറയുന്ന ബഹാവുദ്ദീൻ നദീബായി അർത്ഥം പറയട്ടെ, എന്നിട്ട് ഞാൻ വിശദീകരിച്ചോളാം. അതെങ്ങനെ? വബിദാലിക യഫ്തതിനു നാസ്, അങ്ങനെ ഫിർഔൻ ആളുകളെ മുഴുവൻ വിളിച്ചിട്ട് ആ വിചാരകന്മാരെ സിഹർ പ്രകടിപ്പിച്ചല്ലോ. അങ്ങനെ ഇവര് മുതലക്കുളത്തോ സ്റ്റേഡിയം ഗ്രൗണ്ടിലോ എവിടെയും വിളിച്ചു കൂട്ടി മുടി കത്തിക്കും. വബിദാലിക യഫ്തതിനു നാസ്, ജനങ്ങൾ മുഴുവൻ ഈ കുണ്ടിൽ വീണുപോകും. വതബ്തുലു ഹുജ്ജതുകും അലൈഹിം, അവർക്കെതിരെ നിങ്ങൾ ഉന്നയിച്ച വാദങ്ങൾ നിലനിൽക്കുകയില്ല, അത് തകർന്ന് ശിഥിലമായി തരിപ്പണമായി പോകും. അപ്പൊ ഇനി നമ്മൾ കത്തിച്ചു കാണിച്ചിട്ട് സമ്മതിക്കൂല. അവരുടെ വാദം നോക്കൂ. ഇനി സനത് കൊടുത്താൽ അവർ അംഗീകരിക്കോ? സനത് കൊടുത്താൽ അവർ അംഗീകരിക്കൂല. കാരണം എന്താ? അവര് പറയുന്നത് ഈ പേര് എവിടെ നിന്നെങ്കിലും എഴുതി കൂട്ടിക്കൊണ്ടുവന്ന പിന്നെ എന്താ നമ്മൾ ചെയ്യാ? അവസാനത്തെ പണി നമ്മൾ എടുക്കുന്നുണ്ട്. ഇൻഷാല്ലാഹ് അങ്ങോട്ട് വരാം. നേരത്തെ അവര് പറയുന്നത് സനത് കൊണ്ടുവന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ ഈ പേര് എഴുതി കൊണ്ടുപോയാൽ പറയും കുറച്ച് പേരുകൾ എഴുതി കൊടുത്താണ്. അത് നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്. കുറച്ച് പേരുകൾ തന്നെ എഴുതി കൊടുത്താണത്. അങ്ങനെയാണെങ്കിൽ ലോകത്തിന് വല്ലതിനും പ്രമാണം പറയാൻ പറ്റുമോ? ഏതായാലും ശരി, വരട്ടെ വിശദീകരണം. ഉറപ്പുണ്ടെങ്കിൽ അക്കമിട്ട് മറുപടിയോട് ഒരുപാട് വേദികൾ നിങ്ങൾ പറഞ്ഞു. എല്ലാ പ്രതികളാർക്കും സന്തോഷമുണ്ടായിട്ടില്ല. ഇവിടെ ആൺകുട്ടികൾ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടോ? അല്ലാഹുവിന്റെ ദീനിന്റെ ഹക്കായ പ്രമാണങ്ങൾ പറയാൻ ഉത്തരവാദിത്തപ്പെട്ട ഉലമാക്കളിൽ നിന്ന് മതം പഠിച്ച വിദ്യാർത്ഥികളും ആലിമീങ്ങളും ഇവിടെയുണ്ട്. നിങ്ങളുടെ തട്ടിപ്പ് സമുദായത്തിന്റെ മുമ്പിൽ ഞങ്ങൾ സമ്മതിച്ചു കൊടുക്കൂല. അറിയുമോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ വരെ എത്തിച്ചേരുന്ന പരമ്പര ഞങ്ങൾ വായിച്ചാൽ നിങ്ങളുടെ കൂട്ടർ അംഗീകരിക്കില്ല. ഇനി ശാസ്ത്രീയമായ പരീക്ഷണങ്ങൾക്ക് നിന്നാൽ അതും നിങ്ങൾ അംഗീകരിക്കില്ല. അവസാനമായി ഞങ്ങൾ ചെയ്തത് എന്താണെന്നറിയുമോ? നിങ്ങളൊരു വെല്ലുവിളി നടത്തില്ലേ? അമ്പലക്കടവ് ഫൈസി UAE പോയിട്ട് ഹസ്രജിയുടെ വീട്ടിൽ നിന്നൊന്ന് പരിശോധിക്കാമെന്ന്. അമ്പലക്കടവിന്റെ വെല്ലുവിളി വരട്ടെ, ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ഏറ്റെടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം. പക്ഷെ അഹമ്മദ് ഹസ്രജി മരിച്ചു പോയിട്ടില്ല. ഹസ്രജി മരിച്ചു പോയിട്ടില്ല. പേരോടും മരിച്ചു പോയിട്ടില്ല. നമ്മളും മരിച്ചു പോയിട്ടില്ല. അബുദാബി നിലനിൽക്കുന്നതിന്റെ അവിടെ സമാധാന യുദ്ധമല്ല. അബുദാബിക്ക് ടിക്കറ്റും കിട്ടും. എയർ ഇന്ത്യക്കെന്തോ പയറ്റുമാർ ഒരുപാട് ഫ്ലൈറ്റ്, വേറെ എയർലൈൻസിന്റെ ഫ്ലൈറ്റ് പറക്കുന്നുണ്ട്. വിസയും പെട്ടെന്ന് കിട്ടും. പേരോടിന് വിസ ഫ്രീ, ടിക്കറ്റ് ഫ്രീ. ഈ വിഷയം അന്വേഷിക്കാൻ വേണ്ടി അബുദാബി അഹമ്മദ് ഹസ്രയുടെ അടുത്തേക്ക് മിതമായ മധ്യസ്ഥന്മാരെ കൂട്ടിക്കൊണ്ട് പോകാൻ തയ്യാറുണ്ടെങ്കിൽ എല്ലാ ചെലവും വഹിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അപ്പൊ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് എന്ന് പറയുന്ന ആള് പറഞ്ഞു, ഈ വിഷയം പരിശോധിക്കാൻ നമുക്ക് UAE പോകാം. ഓക്കെ, ഞങ്ങൾ അതിനെന്താ മറുപടി പറയുന്നത്? പേരോട് ഉസ്താദ് ആ വെല്ലുവിളി ഏറ്റെടുക്കുന്നുണ്ട്. ആ വെല്ലുവിളി ഏറ്റെടുത്തത് റെഡി. പോകുന്ന ദിവസം എനിക്ക് ഒഴിവുള്ള ദിവസം ടെലിഫോൺ ചെയ്തോ, വാങ്ങിക്കോ, ഞാൻ റെഡി. 5 പൈസ തരണ്ട. ഇനി വേണമെങ്കിൽ വരുന്ന 25-ാം തീയതി ഞാൻ അബുദാബിയിലുണ്ടാവും. വന്നോ? റെഡി. അടുത്ത് ഇനി മധ്യസ്ഥന്മാരെ പറയുന്നത് അങ്ങനത്തതൊന്നും വേണ്ട മോനെ. ഇനി മധ്യസ്ഥനാവേണ്ടേ? അഹമ്മദ് ഹസ്രജിക്ക് നല്ല പരിചയമുള്ള ആളാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. അദ്ദേഹം ബാപ്പാന്റെ കൂടെ വന്ന് പാണക്കാട്ട് താമസിച്ചതാണ്. കുഞ്ഞാലിക്കുട്ടി സാഹിബിന് അദ്ദേഹത്തിന് അറിയാം.
പാണക്കാട് തങ്ങന്മാരറിയാ. മർക്കസിൽ വന്നിട്ട് പിറ്റേന്ന് രാവിലെ ഉസ്താദിന്റെ മകൻ ഹക്കീം അസ്ഹരിയുടെ കൂടെ ഉസ്താദിന്റെ വണ്ടിയിൽ മർക്കസിൽ നിന്ന് പാണക്കാട് പോയിട്ട് മുനവ്വർ ശിഹാബ് തങ്ങളെയും മറ്റൊക്കെ കണ്ടതാണ്. അതുകൊണ്ട് മധ്യസ്ഥനായിട്ട് ബഹുമാനപ്പെട്ട മുനവ്വർ ശിഹാബ് തങ്ങളെയും കുഞ്ഞാലിക്കുട്ടിയെയും നിങ്ങൾക്ക് പറ്റുമെങ്കിലും ഞാൻ റെഡിയാണ്. അപ്പോൾ അവർക്ക് പറ്റുന്ന രണ്ട് മധ്യസ്ഥന്മാരെ പറഞ്ഞേ. ഒന്ന് മുനവ്വർ ശിഹാബ് തങ്ങൾ, പാലക്കാട് മുഹമ്മദ് ശിഹാബ് തങ്ങളുടെ മകൻ. രണ്ട്, ഇപ്പോഴത്തെ നമ്മുടെ മന്ത്രിയായ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്. ഈ രണ്ടുപേരെയും മധ്യസ്ഥന്മാരായി വേണമെങ്കിൽ UAE-യിലേക്ക് ഈ കഴിഞ്ഞ 25-ന് പേരോട് ഉസ്താദ് റെഡിയാണെന്ന് മറുപടി പറഞ്ഞു. ടിക്കറ്റ് വേണ്ട, വിസയും വേണ്ട, ഉസ്താദിന് വിസ ഉള്ളതാണ്. അപ്പൊ ഏതായാലും ശരി. എന്നാൽ ഈ വെല്ലുവിളി ഏറ്റെടുത്തിട്ട് 25-ാം തീയതി അവിടെ എത്തിയതാരാ? പേരോട് ഉസ്താദ് എത്തി. 10:30 മണി വരെ കാത്തിരുന്നു. ഈ കഴിഞ്ഞ 25-ാം തീയതി രാത്രി 10:30 വരെ അവിടെ കാത്തിരുന്നു. ഹമീദ് ഫൈസി വന്നില്ല, ഹമീദ് ഫൈസിയുടെ പ്രതിനിധികളും വന്നില്ല, ആ പ്രസ്ഥാനത്തിന്റെ ഒരു വ്യക്തി വന്നില്ല. ചോദിക്കട്ടെ, SKSSF-ന്റെ ജില്ലാ സെക്രട്ടറി അല്ലേ എന്റെ അടുക്കൽ ഇവിടെ വന്ന് ചോദ്യം ചോദിച്ച് സനദഗതി എടുത്തിട്ട് പോയത്? നിങ്ങളൊന്ന് വിളിച്ചു ചോദിച്ചു നോക്കൂ. എന്തുകൊണ്ട് UAE ഹസനജിയുടെ വീട്ടിൽ ഇത് പരിശോധിക്കാൻ പോയില്ല? എന്നാൽ അത് പരിശോധിക്കാൻ അവിടെ കാത്തിരുന്നിട്ട് പേരോട് ഉസ്താദ് 10:30-ക്ക് പുറത്തിറങ്ങി. അപ്പോൾ തന്നെ ഓൺലൈനിലൂടെ 100 കണക്കിന് ആളുകളെ സംബോധന ചെയ്ത സംസാരം നിങ്ങൾക്ക് കേൾക്കാം. ഇത് പഴയ കാലമല്ല. അമ്പലക്കടവിൽ അദ്ദേഹം വെല്ലുവിളിച്ചു. ടിക്കറ്റ് വരാം, വിസ വരാം, എല്ലാം ഫ്രീ ആണ്, അബുദാബിയിൽ പ്രശ്നമില്ല, അങ്ങനെ വളരെ ജീവിച്ചിട്ടുണ്ട്. അതുകൂടാതെ ട്രെയിനിൽ എന്നൊക്കെ ഇങ്ങനെ വിശദീകരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു എല്ലാ ചെലവും അവർ വഹിച്ചോളാം. അവിടെ നിന്ന് വന്നിട്ട് അവിടെ എന്തൊക്കെ ഉള്ളത്, എവിടെല്ലാം ഉള്ളത് ഇതൊക്കെ ഒന്ന് പരിശോധിക്കാൻ വേണ്ടി അദ്ദേഹം എന്നെ വെല്ലുവിളിച്ചു. ഞാനെന്റെ പ്രസംഗത്തിൽ പരസ്യമായി വെല്ലുവിളിച്ചു. 2 പ്രാവശ്യമായി തന്നെ വെല്ലുവിളി സ്വീകരിച്ചു. അത് അവരുടെ മധ്യസ്ഥന്മാർ വേണമെന്നു. എനിക്ക് മധ്യസ്ഥന്റെ ആവശ്യമില്ല. കാരണം വന്നിട്ട് ആളുകൾ മധ്യസ്ഥരുടെ എത്ര ആൾക്കാരുണ്ടാവും ആരെല്ലാം വെല്ലുവിളിച്ചാൽ ഒരാളാണ്. അവർ മധ്യസ്ഥന്മാർ വേണമെന്നു. അപ്പോൾ അവർക്ക് എത്തുന്ന 2 മധ്യസ്ഥന്മാരെ ഞാൻ പറഞ്ഞു കൊടുത്തു. ഞാൻ അവരോട് പറഞ്ഞു, എന്റെ കാര്യം നോക്കണ്ട, അവരെ വിളിച്ചാൽ മതി. ഞാൻ 29-ാം തീയതി അബുദാബിയിൽ ഉണ്ടാവും, ബംഗാൾ വേണ്ടി ഞാൻ പറഞ്ഞു. അങ്ങനെയാണ് 25-ാം തീയതിക്ക് മുമ്പ് തന്നെ 2 ദിവസമായിട്ട് UAE-യിൽ വന്നു. ഞാൻ ഇവിടെ തന്നത്. അങ്ങനെ ഞാൻ ഇവരാളും ടെലിഫോൺ ചോദിച്ചുകൊണ്ട് കാത്തുന്നു. ആരും എനിക്ക് ഫോൺ ചെയ്തില്ല, ആരും ബന്ധപ്പെട്ടില്ല. അങ്ങനെ ഇവിടെ ഹസരജിയുടെ വീട്ടിലെ സമീപത്തിൽ അതിന് വരുന്നുള്ള പ്രതീക്ഷയിൽ പലരും കാത്തുന്നു. അങ്ങനെ ഒരുപാട് ആളുകൾ കാത്തുവന്നു, ഞാനും കാത്തുവന്നു. അങ്ങനെ അവസാനം ഒരാൾ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ അമ്പലക്കടവുമായിട്ട് സംസാരിക്കുന്നുണ്ട് എന്നൊക്കെ. ഞാൻ അദ്ദേഹത്തെ ഒരു 10 മണി വരെ ഞാനിവിടെ നിൽക്കും. അതിനുശേഷം ഞാനൊന്നും പോകുന്നു. എന്നിട്ട് ഞാൻ 10:30 വരെ അവിടെ വെയിറ്റ് ചെയ്തു നിന്ന്. അവസാനം അവരാരും വന്നില്ല, അയാളെ പ്രതിനിധികളും വന്നില്ല, ഒരാളും വന്നില്ല. ഒരാളും വരാത്തതുകൊണ്ട് ഞാൻ മജ്‌ലിസിൽ നിന്ന് നമ്മുടെ പത്രത്തിന്റെ ആൾക്കാരെ വിളിപ്പിച്ച് അവിടെ ഞാൻ വെയിറ്റ് ചെയ്യുന്നതും മറ്റു ഫോട്ടോ എടുത്ത് അതിനുശേഷം അതിൽ അവിടുത്തെ ഹസരജിന്റെ വീട്ടിലെ ജോലിക്കാരും സമീപിച്ചിരിക്കുന്നുണ്ട്. കാരണം അവിടുന്ന് ഞാൻ ഫോട്ടോ വന്നതിലേക്ക് ബന്ധപ്പെടാൻ വേണ്ടി അവിടെ മജ്‌ലിസിന്റെ ഫോട്ടോ എടുത്ത് അയാളെ കാത്തിരിക്കുന്ന ഫോട്ടോ എടുത്ത് അതിന് ശേഷം അവിടെ മജ്‌ലിസിൽ അടക്കേണ്ട സമയമായപ്പോ 10 മണിയായപ്പോ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. അവർ മജ്‌ലിസ് അടച്ച് അപ്പോ പേരോട് ഉസ്താദ് അവരുടെ കാത്തിരുന്നതിന് ശേഷം അവർ വന്നില്ല പരിശോധനയ്ക്ക്. അപ്പൊ അതിൽ നിന്ന് മനസ്സിലായത് എന്താ? ഇവർക്കിത് പരീക്ഷിച്ച് അന്വേഷിച്ച് അറിഞ്ഞ് ഈ സമുദായത്തെ സമാധാനപ്പെടുത്തണമെന്ന താല്പര്യം ഇല്ല. ഇതേ തുടർന്ന് നമ്മുടെ ഭാഗത്തൊക്കെ വരാന്റെ സംസ്ഥാന കേരള ജമീയത്തുൽ ഉലമയുടെ പണ്ഡിതനാണ് നജീബ് മൗലവി. അദ്ദേഹം കോഴിക്കോട് നടത്തിയ സമ്മേളനത്തിൽ നടത്തിയ ഒരു പ്രസ്താവനയാണിത്. തിരുകേശം സനദില്ലെങ്കിൽ സ്വീകാര്യമല്ലെന്ന വാദം മഹാ അബദ്ധം. നജീബ് മൗലവി തിരുകേശം സനദില്ലെങ്കിൽ സ്വീകാര്യമല്ലെന്ന് പറയുന്നത് വലിയ അബദ്ധമാണെന്നും ഇത്തരം തത്വങ്ങൾ സ്ഥാപിക്കുന്നത് പുതുതലമുറയ്ക്ക് ഇസ്ലാമിനെ കുറിച്ച് തെറ്റായ സന്ദേശം നൽകുമെന്നും SYF സംസ്ഥാന ജനറൽ സെക്രട്ടറി നജീബ് മൗലവി സംസ്ഥാന കേരള ജമീയത്തുൽ ഉലമ തിരുകേശം സംബന്ധിച്ച നിലപാട് വിശദീകരിക്കാൻ കോഴിക്കോട് ജൂബിലി ഹാളിൽ സംഘടിപ്പിച്ച യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അപ്പൊ അവർക്കും വിഷയം മനസ്സിലായിട്ടുണ്ട്. ഇനി SYF ആണ്, അഥവാ നജീബ് മൗലവിയുടെ. എന്നിട്ട് ഈ കുട്ടികൾക്ക് മനസ്സിലാവണില്ല.
അവസാനം എന്ത് ചെയ്തു? ഈ വിവാദത്തിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന ആളാണ് ബഹാവുദ്ദീൻ നദ്വി, ദാറുൽ ഹുദയുടെ ആള്. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ ഇന്നലെ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു, നിങ്ങൾ ഈ വിവാദത്തിൽ നിന്ന് പിന്മാറണം. ഇന്നത്തെ പത്രമാണ് ഞാൻ വായിക്കുന്നത്. ഷേർ മുബാറക്ക് വിവാദത്തിൽ നിന്ന് പിന്മാറണമെന്ന് കൂരിയാടിനോട് കുടുംബാംഗങ്ങൾ. തിരുവനങ്ങാടി ഷേർ മുബാറക്ക് വിവാദത്തിൽ നിന്ന് പിന്മാറണമെന്ന് ബഹാവുദ്ദീൻ നദ്വി കൂരിയാടിനോട് കുടുംബാംഗങ്ങളുടെ ആവശ്യം. കഴിഞ്ഞ ദിവസം കോട്ടക്കൽ കൂരിയാട് കുടുംബവസതിയിൽ ചേർന്ന പരേതനായ മുസ്ലിയാരുടെ കുടുംബാംഗങ്ങളുടെ യോഗത്തിലാണ് തീരുമാനം. ഇക്കാര്യം ആവശ്യപ്പെട്ട് കുടുംബാംഗങ്ങൾ ഒപ്പിട്ട കത്ത് അദ്ദേഹത്തിന് കൈമാറിയിട്ടുണ്ട്. കത്തിലെ പ്രധാന ഭാഗം ഇങ്ങനെയാണ്: തിരുകേശ വിവാദത്തോടെ ബഹാവുദ്ദീൻ കൂരിയാടിനെ കുറിച്ച് അശുഭകരമായ വാർത്തകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഇരുഭാഗം സുന്നികളും താങ്കളെ കുറിച്ച് മാന്യനും ജ്ഞാനിയുമാണെന്ന് ധരിച്ചിരുന്നു. ഇപ്പോഴത്തെ വിവാദം കൊടുമ്പിരിക്കൊള്ളുമ്പോൾ താങ്കളുടെ വീഴ്ചകളിൽ ആനന്ദം കൊള്ളുകയാണ് താങ്കളുടെ കൂടെയുള്ള വിഭാഗം. വിവാദത്തിന്റെ നിജസ്ഥിതി എന്തായിരുന്നാലും തേന് മുസ്ലിയാരുടെ പൗത്രൻ എന്ന നിലയ്ക്ക് ന്യായമായും കാണിക്കേണ്ട സൂക്ഷ്മത ഈ വിഷയത്തിൽ താങ്കൾ കാണിക്കാതിരുന്നതിൽ ഞങ്ങൾക്ക് അത്ഭുതമുണ്ട്. കുട്ടികളെ, നിങ്ങളുടെ കൂടെയുള്ള ആളുകളെ സൂക്ഷ്മത പാലിച്ചിട്ടില്ല എന്ന് പറഞ്ഞ ഞങ്ങളല്ല, അവരുടെ കുടുംബാംഗങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. തിരുനബിയുടെ ശത്രുക്കളായ വിദേഹത്തുകാരുടെ പത്രമാധ്യമങ്ങളിൽ പോലും താങ്കൾ പ്രത്യക്ഷപ്പെട്ടതിന്റെ അനൗചിത്യം ഓർക്കേണ്ടിയിരുന്നു. തിരുനബിയെ നിന്ദിക്കുന്ന തരത്തിലും ദീനിൽ നിന്ന് പുറത്തു പോകുന്നതുമായ പദപ്രയോഗങ്ങൾ എത്ര സാധാരണക്കാർ ഇതുമൂലം പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ വരുത്തിവെച്ച ദുരന്തങ്ങൾ നിങ്ങളുടെ നേതാവായ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വിയുടെ കുടുംബക്കാർ പറയാം. മുമ്പൊന്നും പരസ്യമായി രംഗത്ത് വരാതിരുന്ന താങ്കൾ ഇക്കാര്യത്തിൽ രംഗത്ത് വന്നതിന് പിന്നിൽ പ്രത്യേക എന്ത് ന്യായീകരണമാണുള്ളത്? അതിനാൽ കാന്തപുരത്തെ വെറുതെ വിട്ട് ഈ വിവാദത്തിൽ നിന്ന് പിന്തിരിയണമെന്നാണ് തങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ഈ പ്രശ്നം കത്തിക്കുന്നതിന് പിന്നിൽ താങ്കളും താങ്കളുടെ സ്ഥാപനവും തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. തിരുസൂതരുമായി ബന്ധപ്പെട്ട ഒരു വിവാദമായതിനാൽ ഇതിന്റെ അപകടം ഊഹിക്കാവുന്നതാണല്ലോ. തങ്ങളുടെ ഉപദേശത്തിന് മാത്രം നിസ്സാരമല്ല താങ്കൾ എന്ന് തങ്ങൾക്കറിയാം. എന്നാലും സ്വന്തം ബന്ധുക്കൾക്ക് ഒരു ഉത്തരവാദിത്തമുണ്ടല്ലോ, അതാണ് ഇവിടെ നിർവഹിക്കുന്നത്. താങ്കൾ വഷളായി കാണുന്നതിൽ കുടുംബാംഗങ്ങളായ തങ്ങൾക്കുള്ള ദുഃഖം നാട്ടുകാർക്കുണ്ടാകില്ല. അതിനാൽ ഈ വിഷയത്തിൽ നിന്ന് താങ്കൾ സ്വയം പിന്തിരിയണം. താങ്കൾ മനസ്സിലാക്കിയ സത്യം മനസ്സിൽ വായിക്കുക, അല്ലെങ്കിൽ താങ്കളുടെ പണ്ഡിത സഭയെ ഉത്തരവാദിത്തം ഏൽപ്പിക്കുക. അതുമല്ലെങ്കിൽ കാന്തപുരവുമായി ഹസറജിയുമായി നേരിട്ട് തന്നെ ഒരു ചർച്ച നടത്തി രംഗം അവസാനിപ്പിക്കുക. മുഖമറയ്ക്ക് പിന്നിൽ നിന്നുള്ള നടപടി തേന് മുസ്ലിയാരുടെ പാരമ്പര്യത്തിന് നിരക്കാത്തതാണ്. ഗ്രൂപ്പിസമല്ല ഇങ്ങനെ ആവശ്യപ്പെടാൻ കാരണമെന്ന് താങ്കൾക്ക് തന്നെ ബോധ്യമുള്ള വസ്തുതയാണ്. സതുദ്ദേശത്തോടെയുള്ള ഈ വാക്കുകൾ വെറുതെയാകില്ലെന്ന് വിശ്വാസമുണ്ട്. എന്നിങ്ങനെ പോകുന്നു. കത്തിന്റെ അവസാനത്തിൽ മറുപടി പ്രതീക്ഷിക്കുന്നു എന്നും എഴുതിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ചേർന്ന കുടുംബയോഗത്തിലാണ് വിഷയം ചർച്ച ചെയ്തത്. വിവിധ മഹല്ലുകളിലും സ്ഥാപനങ്ങളിലും ദീനീ സേവനം ചെയ്യുന്ന പണ്ഡിതന്മാരാണിവർ. ബഹാവുദ്ദീൻ കൂരിയാടിന്റെ നിലപാടുകളെ കുറിച്ച് സാധാരണക്കാരായ പലരും ഇവരോട് അന്വേഷണം നടത്തുന്നതാണ് പിന്തിരിയണമെന്ന് ആവശ്യപ്പെടാൻ കാരണമായതെന്ന് ഇവർ പറഞ്ഞു. ബഹാവുദ്ദീൻ കൂരിയാടിന്റെ പിതൃ സഹോദരൻ കെ ഉമർ മുസ്ലിയാർ ചെറുകുണ്ട്, സഹോദരങ്ങളായ കെ സൈനുദ്ദീൻ ബാക്കവി, കെ എം ഇബ്രാഹിം ബാക്കവി, കെ ഉമർ ബാക്കവി, സഹോദരി പുത്രൻ കെ അബ്ദുൽ ജലീൽ സഖാഫി, മാനു, സഹോദരപുത്രന്മാരായ അബ്ദുൽ കരീം ബാക്കവി, കെ മുഹമ്മദ് മുസ്ലിയാർ, സഹോദരി ഭർത്താവ് കെ വി അബ്ദുൽ ഫൈസി, സഹോദരിമാർ എന്നിവരാണ് കത്തിൽ ഒപ്പിട്ടിട്ടുള്ളത്. പിതൃ സഹോദരൻ കെ ഉമർ മുസ്ലിയാർ, സഹോദരി പുത്രൻ കെ അബ്ദുൽ ജലീൽ സഖാഫി എന്നിവർ നേരിട്ട് ചെമ്മാട്ട് ദാറുൽ ഹുദ അക്കാദമിയിലെത്തിയാണ് ബഹാവുദ്ദീൻ കൂരിയാടിനെ കത്ത് കൈമാറിയത്. അപ്പോൾ ഇവിടെ പരിപാടി സംഘടിപ്പിച്ച കുട്ടികൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ വിവാദത്തിന് നേതൃത്വം നൽകുന്ന ബഹാവുദ്ദീൻ നദ്വിയോട് ആ വിവാദത്തിൽ നിന്നും മാറണമെന്ന് കൃത്യമായി കത്ത് കൊടുത്തുകൊണ്ടവരുടെ കുടുംബാംഗങ്ങളായ പണ്ഡിതന്മാര് തന്നെ ആവശ്യപ്പെട്ട് കഴിയുമ്പോൾ ഞങ്ങൾക്ക് പരീക്ഷണത്തിന്റെയും അന്വേഷണത്തിന്റെയും വഴികൾ മുഴുവനും ഞങ്ങളുടെ ആലിമീങ്ങൾ കൃത്യമായി സൂക്ഷിച്ചിട്ടുണ്ട്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷേർ മുബാറക്ക് കൈമാറ്റം ചെയ്യുന്ന സമയത്ത് മുത്തസിലായ സനദോടുകൂടി ഞങ്ങളുടെ പക്കൽ സൂക്ഷിപ്പുള്ളതാണെന്ന് സർട്ടിഫൈ ചെയ്തുകൊണ്ട് മുഅ്മിനീങ്ങളായ ആളുകളെ സാക്ഷി നിർത്തിയിട്ട് കൊടുത്ത ഷേർ മുബാറക്കല്ലാതെ എവിടെന്നെങ്കിലും ഒന്നും ഞങ്ങൾ കൊണ്ടുവന്നിട്ടില്ല. മാത്രമല്ല, കോഴിക്കോട് നടന്ന പത്രസമ്മേളനത്തിൽ വെച്ചുകൊണ്ട് ശൈഖുനായ പി ഉസ്താദ് അവറുകൾ മുഴുവൻ പത്രക്കാരുടെയും മുമ്പിൽ വെച്ച് പറഞ്ഞില്ലേ, നമുക്കൊരുമിച്ച് UAE പോകാം, പോയിട്ട് പരിശോധന നടത്താം, ഞങ്ങളുടെ ഭാഗത്ത് അബദ്ധമുണ്ടെങ്കിൽ ഞങ്ങൾ പിന്മാറാം, നിങ്ങൾക്ക് അബദ്ധം ബോധ്യപ്പെട്ടാൽ നിങ്ങൾ തൗബ ചെയ്യണമെന്ന് എത്ര മാന്യമായ രൂപത്തിലാണ് പി ഉസ്താദ് അവറുകൾ പറഞ്ഞത്. നിങ്ങളുടെ നേതാക്കൾ എന്തേ അതൊന്ന് ചെവിക്കൊള്ളാത്തത്? നിങ്ങളുടെ നേതാക്കൾ എന്തേ അതൊന്ന് ഉൾക്കൊള്ളാത്തത്? അപ്പോൾ ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്,
ബറക്കാത്തി സാദാത്തീങ്ങളുടെ കൈവഴിയിൽ നിന്ന് നേരത്തെ കിട്ടിയ ഷെയർ മുബാറക്ക് മർക്കസിലുണ്ട്. അതുപോലെ തന്നെ ഹസ്റജി അവറുകൾ മർക്കസ് സമ്മേളനത്തിൽ വെച്ച് നൽകിയ ഷെയർ മുബാറക്കും ഉണ്ട്. അതിന്റെ വിശദമായ പഠനം നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ, നിങ്ങൾക്ക് ബോധ്യപ്പെടേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾ കൂടി വന്നാലല്ലേ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ കഴിയുകയുള്ളൂ. അല്ലാതെ എവിടെയെങ്കിലും നിന്നിട്ട് വിമർശനം രേഖപ്പെടുത്തിയിട്ട് കാര്യമില്ല. സഹോദരന്മാരെ, ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആധാറുകളെ ആദരിക്കേണ്ടത് മുഅ്മിനീങ്ങളുടെ ബാധ്യതയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ്? വഹുബ്ബു റസൂലില്ലാഹി അസ്ലു സഅദതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള പ്രണയമാണ് നമ്മുടെ ഓരോരുത്തരുടെയും വിജയത്തിന്റെ നിദാനം. അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിച്ച SKSSFന്റെ പ്രവർത്തകർ ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വിനയ പുരസ്സരം പറയട്ടെ, മോനെ, ഇത് നമ്മുടെ ശൗര്യം കാണിക്കാനുള്ള വിഷയമല്ല. ഇത് നമ്മുടെ പ്രാസ്ഥാനികമായ താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ട വിഷയമല്ല. ഞാൻ ഇവിടെ സംസാരിക്കാനെത്തിയത് അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ഒരു മുത്തഅല്ലിം എന്ന നിലയ്ക്ക് എനിക്ക് ചെയ്യാവുന്നൊരു സേവനം ചെയ്തിട്ട് റബ്ബിന്റെ അടുക്കൽ പ്രതിഫലം കിട്ടാനാണ്. എല്ലാത്തിലും കരളിന്റെ കാതലായ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഓരോ കാലഘട്ടങ്ങളിലും വിമർശനങ്ങൾ വന്നാൽ, ആരോപണങ്ങൾ വന്നാൽ അതിന് മറുപടി പറയൽ ഇമാമിങ്ങളുടെ ബാധ്യതയാണ്. അതിന് ഞാൻ നൂറുകണക്കിന് ഉദാഹരണങ്ങൾ വിമർശകരോട് വിനയപൂർവ്വം എന്ന എന്റെ പ്രസംഗത്തിൽ ഞാൻ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് ആവർത്തിച്ച് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാർട്ടൂൺ വരച്ചപ്പോൾ ലോകത്തുള്ള ആലിമീങ്ങൾ ആ ദൗത്യം നിർവഹിച്ചിട്ടുണ്ട്. സുബ്കി ഇമാം തങ്ങളുടെ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരാൾ ചീത്ത പറഞ്ഞപ്പോൾ സുബ്കി ഇമാം തങ്ങൾ പേനയെടുത്തൊരു കിതാബ് എഴുതിയില്ലേ? അസ്സൈഫുൽ മസ്ലൂൽ അലാ മൻ ശതമ റസൂൽ. ഇബ്നു തൈമിയ്യയും ഒരു കിതാബ് എഴുതിയിട്ടുണ്ട്, അസ്സാരിമുൽ മസ്ലൂൽ അലാ ശാതിമിർ റസൂൽ. അതുപോലെ ഓരോ കാലഘട്ടത്തിലും അതാ ഉത്തരേന്ത്യയിൽ ഒരു വിവാദമുണ്ടായിരുന്നു. സയ്യിദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകനാണെന്നും മകന്റെ ഭാര്യയായ സൈനബ് റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം ചെയ്തു എന്നും അതാ അക്കാലഘട്ടത്തിലെ അഹ്ലെ ഹദീസിന്റെ ആളുകൾ അഥവാ കുറെ വർഷങ്ങൾക്ക് മുമ്പ് വിമർശനം ഉന്നയിച്ചു. അന്ന് ജീവിച്ചിരുന്ന മഹാനാണ് ഞങ്ങൾ പഠിച്ച ജാമിഅ നഈമിയുടെ സ്ഥാപകനായ സയ്യിദ് നഈമുദ്ദീൻ മുറാദാബാദി തങ്ങൾ. അവർ പ്രസംഗിച്ച വേദിയിലേക്ക് നേരിട്ടങ്ങ് കടന്നു ചെന്നു. എന്നിട്ടതാ അവിടെ വെച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകനല്ല സയ്യിദ് റളിയല്ലാഹു അൻഹു, അവിടുത്തെ പോറ്റുമകനാണ്, വീട്ടിൽ നിന്ന സേവകനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖദീജ ബീവി നൽകിയ അടിമയാണ്. അത് സ്വതന്ത്രനാക്കി എന്ന് മാത്രമേ ഉള്ളൂ. ആ അടിമയാകുന്ന സ്വഹാബി വിവാഹം ചെയ്തിട്ട് വിവാഹമോചനം നടത്തിയ സൈനബ് റളിയല്ലാഹു അൻഹയുടെ സങ്കടം മാറ്റാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റെടുത്തെങ്കിലേ മതിയാകൂ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം നടത്തിയത്. അതുകൊണ്ട് ദീനിയായ കുറെ മസ്ലഹത്തുകൾ ഉണ്ടായത് മാത്രമല്ല, ജനങ്ങൾക്ക് മതവിധികൾ പഠിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ താരീഖ് മുഴുവൻ രേഖപ്പെടുത്തുന്നു. ഇമാനിങ്ങളുടെ കിതാബുകൾ പ്രമാണങ്ങൾ വായിക്കാവുന്നതാണ്. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ ഓരോ കാലഘട്ടത്തിലും ആരോപണങ്ങൾ വന്നപ്പോൾ അതിനെ മുഴുവനും പ്രാമാണികമായി ചെറുത്തു തോൽപ്പിച്ചു ഇമാനിങ്ങൾ. ഞങ്ങൾ അവരുടെ പിന്മുറക്കാരായ മുതഅല്ലിമുകളാണ്. ഞങ്ങൾ അവരുടെ പാദസേവനം ചെയ്യാൻ പോലും യോഗ്യതയില്ലാത്ത ആളുകളാണ്. അതുകൊണ്ട് ഇവിടെ നേരത്തെ പരിപാടി സംഘടിപ്പിച്ച ആളുകളോട് വിനയപൂർവ്വം പറയട്ടെ, നിങ്ങൾക്ക് ഈ വിഷയം അറിയാൻ മാത്രം നിങ്ങൾ പണ്ഡിതരല്ലെങ്കിൽ, ഇവിടെ വന്ന സഹോദരൻ പറഞ്ഞത് ഞാൻ മുസ്ലിയാരും ആലിമൊന്നും അല്ലാന്നാണ്. എന്നാൽ മോനെ, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള ഒരു വിഷയമല്ലേ? നിങ്ങൾക്ക് വ്യക്തമായി അറിയില്ലെങ്കിൽ ഇതിലൊന്ന് നിശബ്ദത പാലിച്ചുകൂടെ? അല്ലെങ്കിൽ അലിമീങ്ങളത് ചർച്ച ചെയ്യട്ടെ എന്ന് വിചാരിച്ചുകൂടെ? അതേ
സമയത്ത് ആരെങ്കിലും കൊണ്ടുവന്നിട്ട് നമ്മുടെ തെക്കൻ നാട്ടിലേക്ക് മുമ്പൊന്നും ഇത്തരം ഗ്രൂപ്പ് വിവാദങ്ങൾ ആരും കൊണ്ടുവന്നിരുന്നില്ല. നിങ്ങളല്ലേ അതിന്റെ വിത്തിവിടപ്പാകിയത്. ഇവിടെ ഇനി ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആധാറുകളെ കളിയാക്കിയാൽ അതിന്റെ മുഴുവനും ശാപം നിങ്ങളുടെ തലയിലല്ലേ മക്കളെ. അതുകൊണ്ട് തൗബ ചെയ്ത് മടങ്ങിക്കോളൂ. ചർച്ച ചെയ്യാൻ യോഗ്യരായ പണ്ഡിതന്മാരത് ചെയ്തുകൊള്ളട്ടെ. അത് ചെയ്തിട്ട് വിഷയം ബോധ്യപ്പെടുത്തി തരട്ടെ. ഇപ്പോൾ കണ്ടില്ലേ ഞാൻ വായിച്ച 2 പത്രപ്രസ്താവനകളും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം വിഷയങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന ആളുകൾ അത് തിരിച്ചറിഞ്ഞിട്ട് സമൂഹത്തോട് പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ശരിയുടെ വഴി കിട്ടാനും അതിലൂടെ മുന്നോട്ട് പോയി എല്ലാത്തിലും ഉപരിയായി റഹ്മത്തുൽ ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളെ മഹബ്ബത്ത് വെക്കണം. LDF UDF പരസ്പരം പറയും പോലെ പറയാനുള്ളവരല്ല നമ്മൾ. അത് നിങ്ങളുടെ ക്ലാസ്സിന് തന്നെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഞാനതൊന്ന് കേൾപ്പിക്കാം. എന്നിട്ടൊന്ന് 2 വിഷയങ്ങൾ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മൾ എന്തിനായി UDF LDF പോലെയാകുന്നു? UDF പറയുന്നതിനൊക്കെ LDF എതിര് പറയും, LDF പറയുന്നതൊക്കെ UDF. UDF കരിമണൽ ഖനനം വേണ്ടെന്ന് പറഞ്ഞാൽ പറയും, LDF പറയുന്ന കരിമണൽ ഖനനം. ആദ്യം ആരങ്ങനെ പറഞ്ഞ നേരെ എതിര് പറയാന്നുള്ളതാണ് ഇന്നത്തെ രാഷ്ട്രീയ രീതി. അതുപോലെ മതമാകണം. അപ്പോൾ ഒരു വിഭാഗം പറയുന്നതിന് മറുപടി പറയാൻ മറുവിഭാഗം എന്ന നിലക്ക് വരാതെ ദീനേതാണ് ഹക്കേതാണെന്ന് മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഅർ മുബാറക്ക് കത്തിച്ച് പരിശോധിക്കൽ ഫിഖ്ഹിന്റെ മസല എന്താണ്? മോനെ ഇങ്ങോട്ട് ചോദ്യം ചോദിക്കാൻ മാത്രം നിന്നാ പോരാ. ഞങ്ങൾ ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ട് മറുപടി പറയണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഅർ മുബാറക്ക് അംഗീകരിക്കാൻ സനദില്ല എന്ന കാരണത്താൽ തള്ളേണ്ടതാണോ? 1. 2, ആ വിഷയത്തിൽ ഇമാം അഅ്ലാ ഹസ്രത്ത് ഫാദിലെ ബറൈലി പറഞ്ഞ തീരുമാനം നിങ്ങൾക്ക് സമ്മതമാണോ? സനദില്ലെങ്കിലും സ്വീകരിക്കണമെന്നല്ലേ ഫാദിലെ ബറൈലി തങ്ങൾ പറഞ്ഞത്. അതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു? അതുപോലെ വിശ്വാസി ലക്ഷങ്ങളായ ആളുകളുടെ സാന്നിധ്യത്തിൽ വിശ്വാസയോഗ്യരായ പണ്ഡിതന്മാരുടെ സന്നിധിയിലല്ലേ ഇത് കൈമാറിയത്. അതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു? നിങ്ങളുടെ വിഭാഗത്തിലുള്ള ആളുകൾ പറഞ്ഞില്ലേ കത്തിച്ചു നോക്കിയാൽ ഇത് കത്തൂല. അപ്പൊ ഞങ്ങൾ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? പരിശോധിക്കാൻ വേണ്ടി UAE വരാമെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ പ്രതിനിധികൾ എത്തിയില്ല. അത് അസൗകര്യം കൊണ്ടാണെങ്കിൽ ഇനിയും ആകാവുന്നതാണല്ലോ. അതൊന്ന് അന്വേഷിച്ചുകൂടെ നിങ്ങളുടെ നേതാക്കളോട്? അല്ലാതെ സാധാരണക്കാരായ ജനങ്ങളെ വസ്വാസാക്കാൻ ഇറങ്ങേണ്ട ആവശ്യമുണ്ടോ? അതും കാസിനി തന്നെ പറയുന്നുണ്ട്. ചില കുട്ടികളും ചില സംഘടനകളും ഒക്കെ വസ്വാസാക്കാൻ ഇറങ്ങുമെന്ന്. യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചത് അതാണ്. വസ്വാസാക്കാൻ വേണ്ടി ഇറങ്ങിയതല്ലേ സാധാരണക്കാരായ മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് തഖ്വയോടെ ജീവിക്കണം. എതിർപ്പ് അല്ലാഹുവിന്റെ ദീനിന്റെ പേരിലാണെങ്കിൽ സന്തോഷമാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഞങ്ങൾ സത്യപ്രസ്ഥാനമാണതിന് തെളിവെന്താണെന്നറിയുമോ? നിങ്ങളുടെ പരിപാടി വിജയിപ്പിക്കാൻ വന്നത് മുഴുവനും വിദഅത്തുകാരാണ്. നിങ്ങൾ കോശാന പാടിയത് മുഴുവനും മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമിയുമാണ്. ഈ സുന്നികളെ തമ്മിൽ തല്ലിച്ചിട്ട് ചോര കുടിക്കാമെന്ന് വല്ല വഹാബികൾക്കും മോഹമുണ്ടെങ്കിൽ ആരെങ്കിലും വഹാബി ആശയത്തിൽ ഇതിൽ നിന്ന് പോയാൽ പോവുകയല്ലാതെ സുന്നത്ത് ജമാഅത്തിന്റെ ആശയ ആദർശങ്ങൾ ഉറച്ചു നിൽക്കുന്ന ഒരു കുട്ടിയെപ്പോലും വിദഅത്തിലേക്ക് കിട്ടൂല. വിചാരിച്ചിട്ട് വണ്ടി വിളിച്ച് പരിപാടിക്ക് നടക്കണ്ട വിദഅത്തുകാരാ. വഹാബികളെ തമ്മിൽ തല്ലിച്ചിട്ട് ചോര കുടിക്കാമെന്ന് വിചാരിക്കുകയാണോ? ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഅർ മുബാറക്ക് കൊണ്ട് ബറക്കത്തെടുക്കുന്നവരാണ്. വഹാബികളെ നിങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ പടിക്ക് പുറത്താണ്. നിങ്ങൾക്കിവിടെ കടന്നു വരാൻ അവകാശമില്ല. നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ വ്യക്തിയാണെന്ന് പറഞ്ഞവരാണ്. നിങ്ങൾക്ക് ഇസ്ലാമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം അറിയാത്തവരാണ്. അതുകൊണ്ട് എന്റെ മുഅ്മിനീങ്ങളോട് മുഴുവനും ഞാൻ വസിയ്യത്ത് ചെയ്യുന്നു. ചില വിഷയങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി ബോധ്യമായിട്ടില്ലെങ്കിൽ നിങ്ങൾ അതിൽ നിശബ്ദത പാലിക്കുകയെങ്കിലും ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഅറല്ലേ എന്ന ഒരു ആദരവെങ്കിലും നിങ്ങൾ നിലനിർത്തണേ. നേരത്തെ തങ്ങളവர்கள் പറഞ്ഞല്ലോ 99% തെളിവുകളും എതിരാണെന്ന് വന്നാൽ പോലും 1% കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതായി പോയാൽ നാൾ പടച്ചവന്റെ കോടതിയിൽ ഹാജരാകണം എന്ന ഒരു ഭയമല്ലേ നമ്മുടെ
നിങ്ങളുടെ മനസ്സിൽ ഈമാനുള്ളവർക്ക് വരേണ്ടത്. അല്ലാതെ ഇവിടെ വാശിയില്ല, ഇവിടെ തർക്കവിതർക്കങ്ങളല്ല, ഇവിടെ ഹക്കായ ദീന സത്യമായി തുറന്നു പറയാനുള്ളതാണ്. അല്ലാഹു ജല്ല ജലാലുഹു അതിന് തൗഫീഖ് നൽകട്ടെ. ഇനി ഇത് സംബന്ധമായി ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ 1-2 കാര്യങ്ങൾ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്ത് പിരിയണം. അതിനിടയിൽ നേരത്തെ ഇവിടെ നിങ്ങളെല്ലാം കേട്ടതാണ്, ഞാൻ ബറക്കാത്തി സാദാത്തീങ്ങളുടെ സനദാണ് ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കുന്നതും. AP ഉസ്താദ് വായിച്ച് ആ ക്ലിപ്പ് ഒന്ന് വിട്ടവനെ. ബറക്കാത്തി സാദാ എന്നാലും സൗണ്ട് കേൾക്കാറ്. AP ഉസ്താദ് അവർ നേരത്തെ ഇത് കേൾക്ക്. നേരത്തെ ഞാൻ കേൾപ്പിച്ച ക്ലിപ്പ് ഇതാ. നമ്മുടെ പ്രവർത്തകരാരും സംസാരിക്കാൻ നിൽക്കരുത്. നമ്മുടെ പ്രവർത്തകരെല്ലാം സദസ്സിലേക്ക് ഇരിക്കുക. ഇവിടെ കാര്യം റാഹത്തായിട്ട് നടക്കണം. ഇത് ദർസാണല്ലോ, അതുകൊണ്ട് മാത്രം ഇപ്പോൾ ഇവിടെ വളരെ ശക്തമായിട്ട് തർക്കം നടക്കുന്ന, ചർച്ച നടക്കുന്ന ഷഅർ മുബാറക്കിന്റെ സനദ്. ഇത് ഉറുദുവിലാണ് ആദ്യത്തത്, ഞാൻ വായിക്കാം. സനദ് മുയ മുബാറക്, ഫാരിസിയിലാണ് മുയ എന്ന് പറയാം. हमारे यहाँ दोराजी शरीफ में हुजूर सरकार मदीना सल्लल्लाहु अलैहि वसल्लम के मुए मुबारक कदीम बुजुर्गों से मौसूल होते हुए जनाब इकबाल वली मोहम्मद जालिया वाला उर्फ दोराजी वाला के पास निहायत अदब व इहतराम से महफूज है. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട മുടി അത് മുൻഗാമികളായ ബുസുർഗുകളുടെ നേതാക്കളുടെ വഴിക്ക് ഇവിടെ ഇഖ്ബാൽ വലിയ ഇഖ്ബാൽ എന്റെ അടുക്കൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. उन्होंने इसे मोए मुबारक की एक ही शाख मुबारक आपके शोहरत की एक ही मरकजी इदारा मरकज सकाफत सुन्नी इस्लामिया कारंदूर जिला कारिकट केरला के जनाब हजरत अल्लामा शेख अबू बकर अहमद साहिब को मोहम्मद आरिफ बरकाती के जरिए से दस्तार हुआ. അതിന്റെ ഒരു ശാഖ ആരിഫ് ബർക്കാത്തിയുടെ കയ്യിലിതാ മർക്കസ് സഖാഫത്തി സുന്നിയ എന്ന സ്ഥാപനത്തിലേക്ക് കൊടുക്കുന്നു. എന്തിനു വേണ്ടി? उसको अता की है ताकि वहां के तमाम सुन्नी अहबाब उस मुए मुबारक की जियारत से फैज हासिल करे. അവിടെയുള്ള മുഴുവൻ സുന്നികളും ഈ ശറഫാക്കപ്പെട്ട ഈ ഷഅർ മുബാറക് കൊണ്ട് ബർക്കത്ത് കിട്ടാനായി ഇതാ കൊടുത്തയക്കുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ സീലാണ് ഇത്. അദ്ദേഹത്തിന്റെ സാക്ഷികളായി ഗവാഹ് നമ്പർ 1 മുഹമ്മദ് ആസിഫ്, രണ്ടാമത്തത് മുഹമ്മദ് സഹിൽ ഖാദിരി, മൂന്നാമത്തത് മുഹമ്മദ് ആരിഫ് ബർക്കാത്തി, 3 സാക്ഷികളുടെയും സീലും വെച്ചുകൊണ്ട് എനിക്ക് കൊടുത്തയച്ച സനദാണിത്. ഇനി ആ സനദിന്റെ തഫ്സീല് വേണമെങ്കിൽ ഇതാ മൗലാന ഇഖ്ബാൽ വലി ജാലിയവാല, പിന്നെ ഗുലാം അബ്ദുൽ ഖാദിർ അൽ ജീലാനി, السيد عبد الله القادري، السيد نظام الدين القادري، السيد إمام الدين القادري، السيد سيف الدين القادري، السيد إمام الدين القادري، السيد نظام الدين القادري، السيد عبد الرزاق القادري، السيد محمد إمام الدين القادري، السيد مرتضى سيف الله القادري، السيد عيدر عطاء الله القادري، السيد محمود القادري، السيد عبد الرزاق القادري، السيد علي القادري، السيد أحمد القادري، السيد محمود القادري، شريف السادات مجمع البركات، السيد أحمد القادري البغدادي، السيد يوسف بن السيد أحمد القادري، شهاب الدين القادري، علي علم الدين القادري، كمين الدين حيدر أبو الحسن القادري، محمد عماد الدين القادري، أمين الله أبو اللطاء السيد القادري، عفيف الحسن القادري، حيدر سليمان السيد كريم الدين القادري، أبو عبد الله سيف الدين السيد عبد الوهاب القادري، الشيخ قطب الأقطاب الشيخ محي الدين عبد القادر الجيلاني قدس الله سره العزيز، أبو سعيد مبارك، أبو الحسن علي بن يوسف، أبو الفرح بن عبد الرحمن، أبو الفضل عبد الواحد، عبد العزيز اليمني، أبو بكر الشبلي، أبو القاسم جنيد البغدادي، سر السقطي، معروف الكرخي، أمير المؤمنين موسى
الإمام علي موسى أمير المؤمنين الإمام موسى الكاظم الإمام جعفر الصادق الإمام باقر الإمام زين العابدين الإمام حسين بن علي الشهيد بكربلاء سيدنا علي بن أبي طالب رضي الله عنه ഇത് റസൂലുള്ളാഹി വരെ ഈ പറഞ്ഞ ബുദുർഗോൻസെ ഇവിടെ സൂക്ഷിച്ചു വന്നു എന്നതിന്റെ സനദാണ് ഇത്. നമ്മുടെ SSFന്റെ കുട്ടികളെല്ലാം ഇങ്ങോട്ട് മാറിയ നിങ്ങൾ എല്ലാവരും കൊണ്ടിരുന്നു. അവരവിടെ നിന്നോട്ട് അവർക്ക് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മൾ കൊടുത്താണല്ലോ. ഇൻഷാ അല്ലാഹ് അവരെ എഴുതുന്നതിന് ഞാൻ വിശദമായി ഇവിടെ പറയും വിഷയങ്ങൾ. നമ്മുടെ പ്രവർത്തകരെല്ലാം നിശബ്ദത പാലിക്കുക. നമുക്കിവിടെ വിഷയം സുതാര്യമായി പറയണം. അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഹക്കായ ദീന് പറയാൻ വേണ്ടി വന്നവരാണ് നമ്മൾ. അപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ നേരത്തെ ഇവിടെ വളരെ വ്യക്തമായി പറഞ്ഞു, ഖസറജിയുടെ ഷേർ മുബാറക്കിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് പറഞ്ഞതാ AP ഉസ്താദ് അവർകൾ ഇതാ ബറക്കാത്തി സാദാത്തീങ്ങളുടെ സനദ് ഷേറിന്റെ സനദ് വായിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ട് സനദ് മുയെ മുബാറക്ക് എന്ന് പറഞ്ഞു. എന്നിട്ട് സ്ക്രീനിൽ കാണിക്കുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് ആ സനദ് ഞാൻ ഇവിടെ വായിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് SKSSFന്റെ ജില്ലാ സെക്രട്ടറിയായ ഷഫീഖ് എന്ന് പറയുന്ന സഹോദരൻ വേദിയിലേക്ക് വന്നപ്പോൾ ഞാൻ പറഞ്ഞത് ആ കമ്പ്യൂട്ടറിന് എഴുതിയെടുത്തോളൂ. ആ സനദ് എഴുതിയെടുത്തിട്ട് ആ സഹോദരൻ എഴുതി തന്ന കത്താണ് എന്റെ കയ്യിലുള്ളത്. ഞാനത് വായിക്കാം. നമ്മൾക്ക് സുതാര്യമായി പറഞ്ഞു. ഞാൻ മുഹമ്മദ് ഷഫീഖ് കെ ഹാരിസ് മുതൽ ചൂരനാട് തൊട്ട് കക്കാക്കുന്ന് കൊല്ലം SKSFന്റെ കൊല്ലം ജില്ലാ ജനറൽ സെക്രട്ടറിയായി ഞാൻ 4 മുക്കിൽ വെച്ച് നടന്ന ഷേർ മുബാറക്ക് പരിപാടിയിൽ വെച്ച് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർക്ക് അബുദാബിയിലെ ഖസറജ് നൽകിയ മുടിയുടെ SSF ഡെപ്യൂട്ടി പ്രസിഡന്റ് മുഹമ്മദ് ഫാറൂഖ് നഈമി നൽകിയ സനദ് ഒപ്പിട്ട് വാങ്ങിയിരിക്കുന്നു. ഞാൻ പറഞ്ഞു കൊടുത്ത സനദ് ഏതാ? നിങ്ങളെല്ലാം സാക്ഷിയാണല്ലോ. AP ഉസ്താദിന്റെ ക്ലിപ്പ് ഏതാ ഞാനിട്ടത്? അപ്പൊ ബറക്കാത്തി സാദാത്തിനുള്ള സനദ് എഴുതിയിട്ട് ഖസറജി കൊടുത്ത ഷേറിന്റെ സനദാണ് എന്ന് ഒപ്പിട്ട് കൊടുക്കാൻ എനിക്ക് പറ്റൂല. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മാത്രവുമല്ല, നേരത്തെ ഞാൻ അദ്ദേഹത്തോട് ഇവിടെ നമ്മുടെ കോഴിമുക്കിൽ വെച്ച് നടന്ന പ്രസംഗത്തിൽ എന്നോട് അദ്ദേഹം ആവശ്യപ്പെട്ടത് ബറക്കാത്തി സാദാത്തിങ്ങളുടെ സനദാണ്. അതാണ് പിന്നീട് മെയിലിൽ നമ്മുടെ പ്രവർത്തകർക്ക് എത്തിച്ചു കൊടുത്തു. അവർ വായിക്കാൻ തയ്യാറായി, അവർ കേൾപ്പിക്കാൻ തയ്യാറായി. അപ്പൊ അതിന്റെ കോപ്പി അവർ കൊടുത്താൽ കൃത്യം നടത്തും വിചാരിച്ച് നമ്മളെ കോപ്പി കൊടുത്തില്ല. ശരി, നമുക്ക് അള്ളാഹുവിന്റെ ദീനാണ്, നാളെ പഠിത്തന്റെ കോടതി ചെല്ലേണ്ടതാ, നമുക്കുള്ളതേ പറയേണ്ടതുള്ളൂ. നമ്മുടെ പ്രവർത്തകർ പറഞ്ഞു ഈ കോപ്പി ഞങ്ങൾ തരില്ല, കാരണം നിങ്ങൾ ഇതിൽ വല്ല കൃത്രിമം നടത്തിയാലോ, നിങ്ങൾ എഴുതിയെടുത്തോളൂ, നിങ്ങൾ വായിക്കുന്നത് കേട്ടോളൂ, അല്ലെങ്കിൽ വായിച്ചോളൂ, നിങ്ങൾ വായിക്കുന്നത് റെക്കോർഡ് ചെയ്തോളൂ, അതെല്ലാം നമ്മൾ പറഞ്ഞു. അപ്പൊ അല്ല പേപ്പർ അവർക്ക് വേണമെന്ന് പറഞ്ഞ് അവർ വാശി പിടിച്ചു. ഏതായാലും ശരി, അതുകൊണ്ട് ഞാൻ ഇന്ന് അത് കൊണ്ടുവരികയും അഥവാ കമ്പ്യൂട്ടറിൽ ഇപ്പോഴും നിങ്ങൾക്കും വായിക്കാം, പരിശോധിക്കാം. AP ഉസ്താദ് അവർ അത് വായിക്കുന്നത് ഇവിടെ കേൾപ്പിക്കുകയും ചെയ്തു. അത് എഴുതിയെടുത്തിട്ട് ഖസറജിയുടെ സനദാണെന്ന് ഒപ്പിട്ട് കൊടുക്കണമെങ്കിൽ അതിപ്പോ ഞാനാവുമോ? ആവില്ല. അപ്പൊ അതുകൊണ്ട്, കാരണം ഞാൻ SSFന്റെ സെക്രട്ടറിയാണ്, ഞാൻ SKSFന്റെ സെക്രട്ടറി അല്ല. കാരണം ഇത്രയും ജനങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ബറക്കാത്തി സാദാത്തീങ്ങളുടേതാണ് എന്ന് പറഞ്ഞിട്ട് ഞാനത് ഖസറജീങ്ങളുടെതാണ് ഒപ്പിട്ട് കൊടുക്കാൻ പറ്റില്ല. ഒന്ന്, ഇനി റെക്കോർഡിംഗ് സംശയം ഉണ്ടെങ്കിൽ റെക്കോർഡിംഗ് ഉണ്ട്. മാത്രമല്ല AP ഉസ്താദ് നേരത്തെ പറഞ്ഞതാണ്. അതുപോലെ തന്നെ ഇവിടെ സംശയം ചോദിക്കേണ്ട ആളുകൾക്ക് പ്രത്യേകം സീറ്റ് സംഘാടനം തോന്നി അദ്ദേഹത്തിന് സ്വസ്ഥമായി ഇരിക്കട്ടെ, ഇരുന്നിട്ട് മൈക്ക് കൊടുക്കാം, ചോദിക്കാനുള്ള സംവിധാനം കൊടുക്കാം. ഇനി അവിടെ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇനിയോ ഖസറജിയുടെ ഷേർ മുബാറക്ക് മുത്തസിലായ സനദോടുകൂടി എന്റെ പക്കൽ സൂക്ഷിക്കുന്നത് എന്ന് വായിച്ച് മർക്കസിൽ കേൾപ്പിച്ച് ജനങ്ങൾക്ക് സാക്ഷിയാക്കി കൊടുത്തു. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വരെ എത്തുന്ന പേര് ഇങ്ങനെ വായിച്ചു കൊടുത്താൽ അവരതിനെ പരസ്യമായി വായിച്ചു കൊടുക്കേണ്ടതല്ല, ഔദ്യോഗികമായി പരിശോധിക്കാൻ തയ്യാറാകണമെന്ന് പണ്ഡിത സംഘടനകൾ പരസ്യമായി പറഞ്ഞിട്ട് ഇപ്പൊ ഇവിടെ വന്ന് സനദ് ചോദിച്ചാൽ അതെന്ത് സാങ്കത്യമുള്ളത്? നിങ്ങൾ ആലോചിക്കും. ഇവിടെ യഥാർത്ഥത്തിൽ ഇവിടെ ഷേർ മുബാറക്കിൽ ഇന്ന് ലോകത്ത് നിൽക്കുന്ന AP ഉസ്താദും അമ്പലക്കടവും പൈസയും കൂടെ ഒരുമിച്ച് കൂടാതെ പറഞ്ഞ എന്തിനാ? ഇത് ഖസറജി എടുത്തോണ്ടെന്ന് പരിശോധിക്കാനാ. അത് ഞാൻ ഇവിടെ വേദിയിൽ വായിക്കാൻ പറഞ്ഞാലോ? അപ്പൊ വിഷയങ്ങൾ ഈ കുട്ടിക്ക് അറിയില്ല. അതുകൊണ്ട് മോനെ നിഷ്പക്ഷമായി മനസ്സിലാക്കണം. ഞാൻ ഇത്രയും നേരം പ്രസംഗിച്ചല്ലോ, നിങ്ങളുടെ ഒറ്റ നേതാവിനെയും ഞാൻ കളിയാക്കിയിട്ടില്ല, ഒറ്റ പണ്ഡിതനെയും ഞാൻ ആക്ഷേപിച്ചിട്ടില്ല. അതേസമയത്ത് നിങ്ങളുടെ ഒരു പ്രസംഗനെ കൊണ്ടുവന്നല്ലോ, അവരുടെ സംസ്കാരം അനുസരിച്ച് അത് പ്രസംഗിച്ചു. ഞങ്ങൾക്ക് തിരിച്ച് വാക്കും ഭാഷയൊന്നും അറിയാഞ്ഞിട്ടല്ല, പക്ഷേ ഞങ്ങൾ അള്ളാഹുവിന്റെ ദീനിന്റെ സേവകന്മാരാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അതനുസരിച്ച് ജീവിക്കാൻ പറ്റൂ. ഞങ്ങൾക്കറിയാം ഈ വാചകങ്ങൾ മുഴുവനും അള്ളാഹുവിന്റെ മലക്കുകൾ രേഖപ്പെടുത്തുന്നുണ്ട്, നാളെ റബ്ബിന്റെ കോടതിയിൽ കേൾപ്പിക്കുന്നു. അപ്പൊ ഞങ്ങൾക്ക് സത്യമാണെന്ന് ബോധ്യപ്പെട്ട വിഷയങ്ങൾ അള്ളാഹുവിനെ സാക്ഷി നിർത്തിയിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ആ സുഹൃത്തിനോട് ചോദിക്കട്ടെ,
സനദ് ഇല്ല എന്ന കാരണത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ഷെയർ മുബാറക്ക് സ്വീകരിക്കാൻ പാടില്ല എന്നാണോ നിങ്ങളുടെ നിലപാട്? അതിന് അദ്ദേഹം ഒന്ന് മറുപടി പറഞ്ഞോട്ടെ. സനദില്ല എന്ന അർത്ഥത്തിൽ സ്വീകരിക്കില്ല എന്നല്ല പറഞ്ഞത്. സനദുണ്ടെങ്കിൽ സ്വീകരിക്കും. പിന്നെ വെല്ലൂർ ഭാഗ്യാത്തുസാലാതിരുന്ന മുടിക്ക് സനദുണ്ട്, പക്ഷേ സനദിലെ പരമ്പരയിൽ എന്തോ നുഴപ്പുണ്ട്, അങ്ങനെ ഒരു കാരണം മാത്രമേ ഉള്ളൂ. ഇത് പക്ഷേ ഈ ഹസ്രജി കൊടുത്ത മുടി എന്ന് പറഞ്ഞാൽ അതെന്ന് പറഞ്ഞാൽ മൗലുവാണ്, കെട്ടിച്ചമച്ചതാണ്. ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റൂല. ആയിരക്കണക്കിന് മുടികളുടെ കൂട്ടത്തിൽ നിന്നും ഒരു മുടിയാണ് ഹസ്രജി കാന്തപുരത്തിന് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഹസ്രജിക്ക് ഹസ്രജിയുടെ കുടുംബത്തിൽ ഇത് പാരമ്പര്യമായിട്ട് സൂചിച്ചിരിക്കുന്നു പറഞ്ഞു. പക്ഷെ ആ നിങ്ങളോട് പ്രസംഗിക്കാനല്ല പറഞ്ഞേ, അതാണ് പ്രശ്നം. ഞാൻ ചോദ്യത്തിന് മറുപടി പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ഷെയർ മുബാറക്കാണെന്ന് അറിഞ്ഞിട്ട് ഒരാൾ കൊണ്ടുവന്നു, പക്ഷേ അതിന് റിജാലിന്റെ പേര് കൊണ്ടുവന്നില്ല, എന്നാൽ അത് സ്വീകരിക്കാൻ പറ്റുമോ ഇല്ലേ? അതിന് ഒറ്റവാക്കി മറുപടി അറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഓരോ മുടി കൊണ്ടുവന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി മുടിയാണെന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ സ്വീകരിക്കുമോ? അങ്ങനല്ല പറഞ്ഞേ. ഇവിടെ ഷെയർ മുബാറക്ക് അല്ല. അപ്പോഴേ ഇപ്പൊ ജനങ്ങളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ AP ഉസ്താദ് അവർക്ക് കൊടുത്ത ആള് ആരാണ് എന്നിവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തുള്ള അൻസ്വാരികളായ സ്വഹാബികളുടെ പരമ്പരയിൽപ്പെട്ട ആളാണ്. അപ്പം വിശ്വാസയോഗ്യനായ പണ്ഡിതനായ ഒരു വ്യക്തി കൊണ്ടുവന്നിട്ട് AP ഉസ്താദ് അവരുടെ കയ്യിൽ ലോക പണ്ഡിതന്മാരുടെ സാന്നിധ്യത്തിൽ കൊടുക്കുന്നതും ഞാനും നിങ്ങളും കൊണ്ടുവരുന്നതും തുല്യമാണെന്ന് പറയാൻ സമാനമാണോ? നിങ്ങളെന്നെ വിലയിരുത്തും. അപ്പൊ നമ്മളെടുക്കുന്ന വിഷയം എന്താ? ഒന്ന്, ബറക്കാത്തി സാദാത്യങ്ങളുടെ ഷെയർ മുബാറക്ക് ആദ്യം സനദോടെ തന്നെ മർക്കസിലുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾ എന്താ പറയുന്നത്? ആദ്യമുള്ള ഷെയർ മുബാറക്കിനെ കുറിച്ച് ഏകദേശം 7 വർഷത്തോളമായി ആ മുടി വന്നിട്ടാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ഇതുവരെയും ലഭിക്കാത്ത സനദ് ഇപ്പോൾ ഞങ്ങൾക്ക് ഇനി ആവശ്യമില്ല. ഷഫീഖ് സാഹിബെ പോലെ മുഹമ്മദ് മാലിക്കി തങ്ങൾ വഫാത്തായിട്ട് എത്ര കാലായി? മുഹമ്മദ് മാലിക്കി തങ്ങൾ വന്ന് സനദ് പരിശോധിച്ചു എന്നാണ് AP ഉസ്താദ് അവർ പ്രസംഗിച്ചത്. മുഹമ്മദ് മാലിക്കി തങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് വഫാത്തായി പോയി. മക്കത്തുനിന്ന് മുഹമ്മദ് മാലിക്കി തങ്ങളും ഉമർ ജീലാനി തങ്ങളും അലിയുൽ ജിഫ്രി തങ്ങളും ഒക്കെ വന്ന് പരിശോധിച്ചു പോയതാണ്. ഇനി ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇത്ര വിഷയം ഭയങ്കര സനദും കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ഷെയർ അത് ആദരിക്കപ്പെടണമെങ്കിൽ വേണ്ട പ്രമാണം എന്താണ്? അത് കൃത്യമായിട്ട് എങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആർക്ക് കൊടുത്തു, അവിടെ നിന്നും എങ്ങനെ വന്നു, പരമ്പരാഗതമായിട്ട് ആരുടെ കയ്യിലാണ് ഇപ്പോൾ നിൽക്കുന്നത്, ആ കൃത്യമായ രേഖകൾ അങ്ങനെ ഉണ്ടെങ്കിലേ സ്വീകരിക്കാൻ പറ്റുള്ളൂ. നേരെ കിതാബിലുള്ളത് അങ്ങനെ ഉണ്ടെങ്കിലേ എല്ലാ പിന്നെ ഹദീസുകൾ എന്തിനാ ബുഖാരിയുമാ മുസ്ലിമാ ഹദീസിന്റെ റിവായത്ത് അതല്ല പ്രശ്നം. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് സ്വീകരിക്കുന്നതിന്റെ മാനദണ്ഡവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആധാറുകൾ സ്വീകരിക്കുന്നതിന്റെ മാനദണ്ഡവും ഒന്നല്ല. അങ്ങനെയാണെന്ന് ഒരു കിതാബിന്റെ ഉദ്ധരണി ഫോൺ ചെയ്യാൻ നിങ്ങൾക്ക് സമയം തരാം. അങ്ങനെങ്കിലും നിങ്ങളിവിടെ പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങളുടെ കൂടെ വരാം. അപ്പൊ ഹദീസ് സ്വീകരിക്കുന്നതിന്റെ മാനദണ്ഡമല്ല ഷെയർ മുബാറക്ക് സ്വീകരിക്കുന്നതിന്റെ മാനദണ്ഡം. ഹദീസ് സ്വീകരിക്കുന്നതിന്റെ മാനദണ്ഡമല്ല നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളുടെ തിരുശേഷിപ്പുകളുടേത്. അതുകൊണ്ടാണ് അഹ്മദ് ബിൻ ഹംബൽ ശൈബാനി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലുള്ള ഷെയർ മുബാറക്ക് 2.5 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടല്ലേ കയ്യിലുള്ളത്. അത് സ്വീകരിച്ചത് എന്തുകൊണ്ടാ? ഹദീസിന്റെ മാനദണ്ഡങ്ങളോടെ എല്ലാ ലോക മുസ്ലിമീങ്ങൾ സ്വീകരിച്ചത്. അത് ഇമാമീങ്ങൾ അവരുടെ കിതാബുകളിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇമാം ബുഖാരി തങ്ങൾ ഹദീസ് സ്വീകരിച്ച മാനദണ്ഡമല്ല ഇമാം ബുഖാരി തങ്ങളോ മറ്റുള്ളവരോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആധാറുകൾ സ്വീകരിച്ചതിന്റെ മാനദണ്ഡം. അപ്പോൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ മനസ്സിലാക്കേണ്ടത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആധാറുകളെ സ്വീകരിക്കാനും ഹദീസ് സ്വീകരിക്കാനുമുള്ള മാനദണ്ഡം 2ആണ്. അപ്പോൾ ഹദീസ് സ്വീകരിക്കും പോലെ പരമ്പര പൂർണ്ണമായും വന്നാലേ ആധാറുകൾ എടുക്കാവൂ എന്ന് ഒരൊറ്റ കിതാബിലും ഒറ്റ ഇമാമും പറഞ്ഞിട്ടില്ല. ഹസ്രജി കഴിഞ്ഞ മർക്കസ് സമ്മേളനത്തിൽ ഈ മുടി കൊടുക്കുമ്പോൾ എന്തിനാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ദീൻ നിലനിൽക്കുന്നത് സനദ് കൊണ്ടാണ് അല്ലെങ്കിൽ അസ്നാദ് കൊണ്ടാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഈ മുടി വാങ്ങുന്നത്. ദീനിന്റെ നിലനിൽപ്പ് ആധാരം തന്നെ സനദ് ആണ് എന്നാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പറയുന്നത്. നിങ്ങൾ പറയുന്നത് സനദ് വേണ്ട എന്നാണ്. ഇതിലേതാണ് സത്യം? വഞ്ചിക്കാൻ ശ്രമിക്കാം. സനദ് വേണ്ട നല്ല മോനെ പറഞ്ഞത്, തെറ്റിദ്ധരിപ്പിക്കരുത്. സനദ് വേണ്ടാന്നല്ല, സനദ് ഇല്ലെങ്കിലും രണ്ടിന്റെയും മാനദണ്ഡങ്ങൾ ഒന്നല്ല എന്നല്ലേ നമ്മൾ പറഞ്ഞത്. ഹദീസ് സ്വീകരിക്കുന്നതിന്റെ മാനദണ്ഡമല്ല ആധാർ സ്വീകരിക്കുന്നതിന്റെ മാനദണ്ഡം.
ഇനിയോ ബഹുമാനപ്പെട്ട ഖദറജി അവർ അവിടെ പറഞ്ഞെന്താ, ബിസ്സനദിൽ മുത്തസിലി ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേരുന്ന കണ്ണിമുറിയാത്ത സനദോടെ ഞങ്ങളുടെ പക്കലുള്ളതാണ്. അപ്പൊ ഉസ്താദ് പറഞ്ഞു, ആ സനദിന്റെ മൂല്യം പ്രാധാന്യം എന്താണ് ആ സ്റ്റേജിൽ പറഞ്ഞു കൊടുത്തതാണ്. അല്ലാതെ സനദ് അറിയാത്തോണ്ടൊന്നുമല്ല, അതിന്റെ അർത്ഥം അറിയാത്തോണ്ടുമല്ല. അവിടെ വായിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ നിങ്ങൾ അവിടെ വായിച്ചത് സനദല്ലേ? എന്ത് ബിസ്സനദിൽ മുത്തസിലി? ഞാൻ ചോദിച്ചാൽ പേരോട് അബൂബക്കർ മുസ്ലിയാർ ഖസറുടെ പ്രസംഗം, അത് കുഴപ്പമില്ല. പേരോട് അബൂബക്കർ മുസ്ലിയാർ, പേരോട് അബ്ദുറഹ്മാൻ മുസ്ലിയാർ, പേരോട് അബ്ദുറഹ്മാൻ മുസ്ലിയാർ ഖസറയുടെ മുടി വാങ്ങാനാകുമ്പോൾ പ്രസംഗം പരിഭാഷപ്പെടുന്നത് എന്താണ് പറയുന്നത്? ഫോണിൽ കൊണ്ട് സനത് ചോദിച്ചത് കൊടുക്കാത്തവർക്ക് ഇതാ സനത് പിടിച്ചോ എന്നും പറഞ്ഞാണ് സനത് കൊടുക്കുന്നത്. മനസ്സിലായോ? എന്നിട്ട് നിങ്ങൾ പറയുന്നു സനത് മുത്തസില അത് അബുദാബിയിലാണത്. ഇതെങ്ങനെയാണ് ശരിയാവുക? അവിടെ അതാണ് പറഞ്ഞത്, നമ്മുടെ സ്ഥാപനങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾക്ക് സനത് കൊടുക്കും പോലെ ഹദീസിനും അതുപോലെ തന്നെ നമ്മുടെ ഷെയർ മുബാറക്കിനും ആദ്യം മുജുമലായ സനത് അഥവാ എന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്നതിൽ മുത്തസിലി ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ കുറച്ചു കാലങ്ങൾ ദർസിൽ പോയിട്ടുണ്ടാവല്ലോ. അപ്പൊ ബുഖാരി ഇമാമിന്റെ സഹീഹുൽ ബുഖാരിയിലെ ഒന്നാമത്തെ ഹദീസാകുന്ന ഇന്നമൽ അഅമാലു ബിന്നിയാത്ത് ഓടിത്തരുമ്പോൾ ഉസ്താദ് എന്ന് പറയും, ബിസ്സനദിൽ മുത്തസിലി ഇലൽ ഇമാമിൽ ബുഖാരി റളിയല്ലാഹു അൻഹു, ഇമാം ബുഖാരി തങ്ങളിലേക്ക് ചേരുന്ന മുത്തസിലായ സനദോടെ ഞാൻ പറഞ്ഞു തരുന്നു എന്ന് പറയും. അവിടെ ഈ ഉസ്താദ് മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള എല്ലാ ആളുകളുടെയും പേര് പറയാറില്ല. പിന്നെ ആവശ്യം വന്നാൽ പേര് പിന്നെ പറഞ്ഞു കൊടുക്കും. ആദ്യം പറഞ്ഞതും സനദാണ്, പിന്നീട് വിശദീകരിച്ച് പറയുന്നതും സനദാണ്. അതിന്റെ മുഫസ്സലായ സനദും അതുപോലെ തന്നെ മുജമലായ സനദും അതിൽ വിശദീകരിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അപ്പോൾ ഇതാകത്തുകയാണ് പറഞ്ഞത് ആദ്യം. രണ്ടാമത്തതോ റിജാലിന്റെ പേര് വിശദമായി അത് പരിശോധിക്കാനാണ് നിങ്ങളെ ഖദറജിയിലേക്ക് അടുക്കലേക്ക് വിളിച്ചത്. കാരണം എന്താ, ഞങ്ങളുടെ സനത് കൊണ്ടുവന്നാ പറയും നിങ്ങൾ എഴുതിക്കൊണ്ടുവന്നെയാണ്. ഞങ്ങളിത് കത്തിച്ചു നോക്കാൻ പറഞ്ഞാൽ പറയും ഇത് കത്തിന്റെ രാസവളം ഇട്ടായിരുന്നു. നിങ്ങളുടെ ചെറുശ്ശേരി പറഞ്ഞില്ലേ രാസവളം ഇട്ടിരുന്നു. അപ്പൊ ഞാൻ കേൾപ്പിക്കാൻ സമയമില്ല. അപ്പോ ഇത് രണ്ടും സാധ്യമല്ലാത്തത് കൊണ്ടും നിങ്ങളുടെ നേതാവ് അമ്പലക്കട ഉബൈസി വെല്ലുവിളിച്ചത് കൊണ്ടും ഞങ്ങളുടെ ഉസ്താദ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി വെല്ലുവിളി ഏറ്റെടുത്തു. 25-ാം തീയതി അവിടെ വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു, കാത്തിരുന്നു. ഇനി നിങ്ങളുടെ നേതാക്കൾക്ക് അസൗകര്യമായി പോയിട്ടുണ്ടാകാം, ഞങ്ങൾ അതിനെ നിഷേധിക്കുന്നില്ല. ഇനി ഒരു ഡേറ്റിൽ അവർക്ക് പോയി പരിശോധിക്കാമല്ലോ. അപ്പം അന്ന് ഖസ്റജി അവിടെ വായിച്ച എന്താണ്, സനദായിരുന്നോ അല്ലയോ? പിറ്റേന്ന് 2-3 സിറാജിൽ OM തരുവണ എഴുതിയത് മർക്കസിൽ ജനലക്ഷങ്ങളെ സാക്ഷി നിർത്തി സനദ് വായിച്ചു എന്നാണ്. സനദും വായിച്ചു, നെസബയും വായിച്ചു. സനദും വായിച്ചു, നെസബയും വായിച്ചു. അത് രണ്ടും വായിച്ചതിന്റെ ഒരു CD ദയവായിട്ട് എനിക്ക് തരാമോ? സനദാണ് ബിസ്സനദിൽ മുത്തസിലി ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട സഹോദര, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബിയായ അൻസാരിയാണ്. അൻസാരി കുടുംബത്തിൽപ്പെട്ട ആളാണ് അദ്ദേഹം എന്ന ഔദ്യോഗികവൽക്കരിക്കുന്ന പരമ്പരയും. പിന്നീട് സനദ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥാപനങ്ങളിലൊക്കെ സനദ് കൊടുക്കുമ്പോഴേ ആദ്യം AP ഉസ്താദുകൾക്ക് ബറക്കാത്തി സാദാത്യങ്ങൾ കൊടുത്ത സനദ് മുജ്മലായ സനദാണ്. അതുപോലെയുള്ള സനദും മർക്കസ് സമ്മേളനത്തിൽ വെച്ച് നൽകിയിട്ടുണ്ട്. ഇനി റിജാലിന്റെ മുഴുവൻ പേരും അദ്ദേഹത്തിന്റെ പക്കലുണ്ടെങ്കിൽ അത് പരിശോധിക്കാൻ നിങ്ങളുടെ പണ്ഡിതന്മാരെ വിളിച്ചിട്ട് വന്നിട്ടില്ല. പിന്നെ ഞങ്ങളുടെ നേതാവ് AP ഉസ്താദ് അവர்கள் നിങ്ങളുടെ ഏതെങ്കിലും ഒരാളെ എടുത്ത് ആക്ഷേപിച്ചിട്ടുണ്ടോ? അതേസമയത്ത് നിങ്ങളുടെ സെക്രട്ടറി ഞങ്ങളുടെ ഉസ്താദിനെ എത്ര ആക്ഷേപിച്ചു? ഒരു ഉദാഹരണം കേൾപ്പിക്കുവാൻ ദാറുൽഹുദ വെച്ച് പറഞ്ഞത്, കത്തിക്കാൻ പറഞ്ഞിട്ട് പറഞ്ഞ ഒരു ഉദാഹരണം കൂടി നിങ്ങൾക്ക് കേൾപ്പിക്കാം. മാത്രമല്ല, എന്നിട്ട് ഉസ്താദ് അവരുടെ പത്രസമ്മേളനത്തിൽ പറഞ്ഞു, പോയി നമുക്ക് പരിശോധിക്കാം. പരിശോധിച്ചിട്ട് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ ഞങ്ങൾ അതിൽ മടങ്ങുന്നതിന് ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. പിന്മാറാം. അതേ സമയത്ത് ശരിയാണെന്ന് ബോധ്യപ്പെട്ടാൽ നിങ്ങൾ പിന്മാറണം. ഇതിലേറെ ഈ വിഷയത്തിൽ ഒരാൾക്ക് എന്താ പറയാൻ കഴിയാ? ഞങ്ങൾ പറയാവുന്നതിന് മാക്സിമം പറഞ്ഞു, വരൂ പരിശോധിക്കാം. ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് വീഴ്ച ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അതിൽ നിന്ന് പിന്മാറാം. നിങ്ങൾ ഭാഗത്ത് നിന്ന് വീഴ്ച ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പിന്മാറണം. ഇതിലേറെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഇവിടെ ഞങ്ങൾ ഇത്രയും സുതാര്യമായി വേദി കൊടുത്തു. അതേസമയത്ത് SKSF-ന്റെ ആളുകളുടെ പരിപാടി നടത്തി. ഞങ്ങളെ കുട്ടികൾ ചോദിച്ചു പറഞ്ഞു, ഉസ്താദിന് തിരക്കായിരിക്കാം, ഞങ്ങളത് വിശ്വസിക്കുന്നു. പക്ഷെ ഏതായാലും ചോദിക്കാൻ അവസരം നൽകിയിട്ടില്ല. അങ്ങനെ അവർ നിഷേധിക്കുന്നതിലെ ക്ലിപ്പിന്റെ ആവശ്യമുള്ളൂ. അപ്പൊ ഏതായാലും ശരി, ഇവർക്ക് ചോദിക്കാൻ അവസരം നൽകും എന്ന് പറഞ്ഞു. അതിവിടെ കുട്ടികൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇവർക്ക് ചോദിക്കാൻ അവസരം നൽകിയില്ല. ഞങ്ങൾ അങ്ങനെയല്ല, ചോദിക്കാൻ അവസരം കോഴിമുക്കിൽ നിന്നിട്ടുണ്ട്, ഇവിടെയും തരുന്നു. അപ്പൊ ഏതായാലും ശരി, ഞങ്ങൾ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് സത്യം പറയാൻ ഇറങ്ങിയവരാണ്. അതോടൊപ്പം തന്നെ
മുജ്മൽ മുഫസ്സൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ സനദ് ആദ്യം നമുക്ക് സർട്ടിഫിക്കറ്റ് ആയി തരുന്ന ആ സനദിൽ എല്ലാ റിജാലിന്റെയും പേര് എഴുതാറില്ല. അത് നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് കിട്ടുന്ന സനദാണെങ്കിലും ഇപ്പോ നമ്മുടെ മന്നാനി എന്ന് കൊടുക്കുന്ന സനദാണെങ്കിലും പട്ടിക്കാട് എന്ന് കൊടുക്കുന്ന സനദാണെങ്കിലും ഒക്കെ അങ്ങനെ മുജ്മലായ സനദാണ് കൊടുക്കുക. പിന്നീട് വ്യക്തികളുടെ പേര് ആവശ്യമുണ്ടെങ്കിൽ ആ പേരുകൾ പിന്നീട് ഉസ്താദുമാരോട് ബന്ധപ്പെട്ട് വാങ്ങും. അതുപോലെയാണ് ബറക്കാത്തി സാദാത്തിങ്ങളിൽ നിന്ന് സനദ് മുയെ മുബാറക്ക് എന്ന പേരിൽ ആദ്യം നൽകുകയും പിന്നീട് അതിന്റെ മുഫസ്സലായ ഒരു ഉസ്താദ് നൽകിയ പേരുകളാണ് ഇവിടെ വായിച്ചത്. അൽഹംദുലില്ലാ നമ്മുടെ പരിപാടിക്ക് പുരോഗതിയുണ്ട്. കാരണം നേരത്തെ അദ്ദേഹത്തിന് ഇവിടെ പരിപാടിയിലേക്ക് വരുമ്പോ ഒന്നും അറിയാത്ത ഒരാളാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ പഠിച്ചല്ലോ അൽഹംദുലില്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഹർ മുബാറക്ക് ബറക്കാത്തി സാദാത്തീങ്ങൾ ആദ്യം നൽകുമ്പോൾ എന്റെ കയ്യിൽ വിശ്വാസയോഗ്യമായി സംരക്ഷിച്ചു പോരുന്നതിനെ ഞാൻ നിങ്ങൾക്ക് നൽകുന്നു എന്ന് 2 സാക്ഷികളെ നിർത്തിയുള്ള സനദാണ് സർട്ടിഫിക്കറ്റായി ആദ്യം നൽകിയത്. പിന്നീടാണ് റിജാൽ എന്ന് പറഞ്ഞാൽ ഇതിൽ ഓരോ വ്യക്തികളെയും അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ എത്തുന്ന ഓരോ വ്യക്തികളെയും സ്പർശിച്ചുകൊണ്ടുള്ള മുഫസ്സലായ സനദ്. രണ്ടും നമ്മുടെ ബറക്കാത്തി സാദാത്തീങ്ങളുടെ ഷെയർ മുബാറക്ക് സംബന്ധമായി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഉസ്താദ് വായിക്കുന്നത് കേൾപ്പിച്ചിട്ടുണ്ട്. പിന്നീട് ഹസ്രജി കൊണ്ടുവന്നതിൽ അദ്ദേഹം അൻസാരിയാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന പിതൃപരമ്പരയും മുജ്മലായ സനദ് എന്റെ അടുക്കൽ വിശ്വാസയോഗ്യമായ പരമ്പരയോടെ സൂക്ഷിക്കപ്പെടുന്നതാണ് എന്ന് അദ്ദേഹം അവിടെയുള്ള ആളുകളെ മുഹമ്മദ് ഖത്തീബ് പോലുള്ള ആളുകളെ കൊണ്ടുവന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ട് നൽകിയതാണ് നമ്മൾ സ്വീകരിച്ചത്. ഇനി അതിന്റെ പേരുകളും മറ്റ് അടിരേഖകളും ഉണ്ടോ എന്ന് പരിശോധിക്കാനാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ആളുകളെ നമ്മൾ സ്വാഗതം ചെയ്യുന്നത്. നിങ്ങളുടെ വിളിക്ക് നമ്മൾ ഉത്തരം ചെയ്തത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ആവശ്യം നമുക്കില്ല. എന്താ കാരണം എന്നറിയോ? നമുക്ക് വിശ്വാസയോഗ്യനായ ഒരു പണ്ഡിതൻ, ലോകപ്രസിദ്ധനായ ഒരു പണ്ഡിതൻ, മാത്രമല്ല UAE-യിലെ ഇത്തരം ഹെറിറ്റേജിന്റെ ആളുകൂടിയായതുകൊണ്ട് കൂടുതൽ സാധ്യതയുണ്ട് ഇത്തരം കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ അടുക്കൽ വരാൻ. അപ്പോൾ ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഹറാണ് എന്ന് ഒരു പറ്റം വിശ്വാസികൾ വിശ്വസിക്കുന്ന ഒരു വസ്തു മറ്റൊരു മോമിന് ഇത് റസൂലുള്ളാഹിന്റെതാണ് ഇത്രയും മോമിനീങ്ങൾ പറയുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ആദരിക്കാമെന്ന് പറഞ്ഞ ഒരാൾ ആദരിച്ചാൽ അയാൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുടിയെ ആദരിച്ച പ്രതിഫലം കിട്ടും. അതേ സമയത്ത് നിന്ദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഹർ മുബാറക്കായി പോയാൽ ഇയാളുടെ ഗതി എത്ര ദുരന്തമായി പോകും. അതുകൊണ്ട് വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത് വെക്കുന്നവരായി അല്ലാഹു തആല നമ്മെ മുഴുവനുമാക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കൂട്ടുകാരോട് നമുക്ക് വിരോധമൊന്നും പാടില്ല. കാരണം എല്ലാവരും ഹിദായത്തിൽ വരണം എന്ന് വിശ്വസിക്കേണ്ടവരാണ് നമ്മൾ. അവർക്കതിന്റെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടവരാണ് നമ്മൾ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചുകൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് മഹബ്ബത്ത് വെക്കുന്ന ഖൽബുകൾ ഔദാര്യമായി അല്ലാഹു നമുക്ക് നൽകട്ടെ. അതൊന്ന് കേൾപ്പിക്കുവാൻ അദ്ദേഹത്തിന്റെ ഉസ്താദിനെ കുറിച്ച് പറഞ്ഞു എന്നിട്ട് അവനെ ആ കത്തി എല്ലാം കൂടെ കത്തി പോകുന്ന പറയുന്നു. ചെറുശ്ശേരി പറയുന്നുണ്ടല്ലോ, കത്തിച്ചാല് സംസ്കാരം, അവരുടെ സംസ്കാരം മനസ്സിലാക്കാനാണ് ഞാൻ പറയുന്നത്. അവരുടെ ഒരു ഔദ്യോഗികമായ സന്നദ്ധദാന സമ്മേളനത്തിൽ സമസ്തയുടെ സെക്രട്ടറി ആകുന്ന അവരുടെ മൗലവി മുസ്ലിയാര് സംസാരിച്ചതാണ് ചെറുശ്ശേരി ദേവി മുസ്ലിയാര്. കത്തിപ്പോകുന്നത് എവിടൊക്കെയാണ് അദ്ദേഹം പറയുന്നുണ്ട്, എല്ലാം കൂടെ കത്തിപ്പോകുന്ന പറയുന്നുണ്ടല്ലോ. അപ്പൊ ഞങ്ങളെ പറ്റി വലിയൊരു യോഗത്തിൽ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പുണ്യനബിന്റെ മുടി കത്തിക്കാൻ പറഞ്ഞാൽ ആ നാൾ കഴിഞ്ഞു പോകും. ആ പുണ്യനബിന്റെ മുടി അല്ലാത്ത മുടിയാണ്, ആ അങ്ങനത്തെ ഒരു മുടിയെ പറ്റി പുണ്യനബിന്റെ മുടിയാണ് എന്ന് പറഞ്ഞ് നുണ പറഞ്ഞാൽ അത് കണ്ണും മൂക്കും കാലും സാമാനും ഒക്കെ കരിഞ്ഞു പോകും. നിങ്ങൾ നോക്കൂ, ഒരു സെക്രട്ടറിയുടെ സന്നദ്ധദാന സമ്മേളനത്തിലെ പ്രസംഗം ഞങ്ങളുടെ AP ഉസ്താദിന്റെ ഒരു വാക്ക് ഇങ്ങനെ വൾഗറായിട്ടോ മിസ്റ്റേക്ക് ആയിട്ടോ ഒരു വ്യക്തിയെ ഡീഫൈൻ ചെയ്യുന്നതോ കേൾപ്പിച്ചു തരാൻ ഇന്ന് വരെ സാധ്യമല്ല. കാരണം എന്താ? പക്വമതികളായ പണ്ഡിതന്മാരാണ്. ഞാൻ ഇത്രയും നേരം സംസാരിച്ചല്ലോ, നിങ്ങളെപ്പോലെ ചെറുപ്പക്കാരനെ ഞാൻ. എനിക്കും വികാരം കൊള്ളാനും ബഹളം വെക്കാനും ചീത്ത പറയാനും ഒക്കെ പറ്റും വേണമെങ്കിൽ. പക്ഷേ ഞങ്ങൾ ഉസ്താദുമാരുടെ തർബീയത്തിൽ വളരുന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് കാലഘട്ടത്തിന്റെ മുഴുവൻ വിമർശനങ്ങളെയും ആ തിരിച്ചറിയുടെ വഴിയിൽ നിന്നുകൊണ്ട് നേരിടാനുള്ള പരിചരണം ഞങ്ങൾക്ക് ഉസ്താദുമാർ നൽകിയിട്ടുണ്ട്. അല്ലാഹു തആല നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരൻ ഒരു ചോദ്യം കൂടി ചോദിക്കാൻ അവസരം തരാം. കാരണം നീട്ടിക്കൊണ്ടുവന്ന സമയത്ത് ഇത്രയും സമയങ്ങൾ സുതാര്യമായിട്ട് തന്നല്ലോ. നഴീം ഇവിടെ പറഞ്ഞത് പുലോട് പൈസയുടെ എന്താ പറയുക വെല്ലുവിളി ഏറ്റുകൊള്ളണം. പുലോട് പൈസ എന്താണ്? നിങ്ങൾ മറുപടി വെക്കുന്നെങ്കിൽ വെച്ചുകൊള്ളൂ, ഒരു കണ്ടീഷൻ മാത്രം, സനതുണ്ടെങ്കിൽ മാത്രം. ഏത് മുടിയുടെ സനത്?
ഹസ്രജി കൊടുത്ത മുടിയുടെ റിജാലിന്റെ പരമ്പര സനതുണ്ടെങ്കിൽ മാത്രം പരിപാടി നടത്തിക്കൂ എന്നാണ് ഈ പറഞ്ഞത്. അപ്പൊ അങ്ങനെ പറഞ്ഞ് അദ്ദേഹം പ്രസംഗിച്ചതായി ഞാൻ കേട്ടില്ല. പ്രമാദമായി ചർച്ച നടക്കുന്നത് ഹസ്രജി നൽകിയ മുടിയെ പറ്റിയാണ്. അതിന്റെ സന്നദ്ധാണ് നമുക്ക് ആവശ്യം. അല്ലെങ്കിൽ മറ്റേന്റെ ചർച്ചകൾ എന്നെ അസ്തമിച്ചതാണ്, എന്നെ തെളിഞ്ഞതാണ്. അതിന്റെ സനതുണ്ടെങ്കിൽ നിങ്ങൾക്ക് വായിക്കാം. നിങ്ങൾ 3 മണിക്കൂറോ 4 മണിക്കൂറോ 7 മണിക്കൂറോ 70 മണിക്കൂറോ പരിപാടി നടത്തിയാലും അതിന്റെ സനത് തരാതെ ഈ പരിപാടി പൂർത്തിയായെന്ന് ഞങ്ങൾ വിശ്വസിക്കില്ല, ഒരിക്കലും വിശ്വസിക്കില്ല. നിങ്ങൾ വിശ്വസിക്കേണ്ടതില്ല, മുഅ്മിനീങ്ങൾ വിശ്വസിച്ചു കഴിഞ്ഞു. രണ്ടാമത്തെ പറയട്ടെ, ഇതിനൊരു പശ്ചാത്തലം എന്റെ മുഅ്മിനീങ്ങൾ മനസ്സിലാക്കണം. ഞാൻ കോഴിമുക്ക് പരിപാടിക്ക് വന്നു, നിങ്ങൾ മനസ്സിലാക്കണം, തെറ്റിദ്ധരിച്ചു പോരുത്. അദ്ദേഹം ഉണ്ടല്ലോ, ഞാൻ കോഴിമുക്ക് പരിപാടിക്ക് വന്ന് പ്രസംഗം എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ ആർക്കും ചോദിക്കാണ്ടെന്ന് ചോദിച്ചു. ഈ സഹോദരൻ മൈക്കിന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ബറക്കാത്തി സാദാത്തി എന്നുള്ള സനത് നിങ്ങളും തരുമോ? ഞാൻ പറഞ്ഞു മഖ്ദൂമിയിലിട്ട് ബന്ധപ്പെട്ടു, ഞാൻ നാളെ അത് ഇൻഷാ അല്ലാഹ് തരാം. എന്റെ ഫോൺ നമ്പറും കൊടുത്തു. ഞാൻ കോഴിമുക്കിൽ വെച്ചുകൊണ്ട് ഈ പ്രവർത്തകനോട് പറഞ്ഞു, പിറ്റേന്ന് തന്നെ ഞാൻ ലത്തീഫ് മഹദയുടെ കേൾക്കൽ നമ്മുടെ അക്ഷയ സെന്ററിലെ മെയിൽ സെന്ററിലേക്ക് അയച്ചു കൊടുത്ത് ആ സനത് ഇപ്പോൾ ഇവിടെ കാണിച്ച സനത് ഞാൻ എത്തിച്ചു കൊടുത്തു. ഈ കുട്ടികളോട് ബന്ധപ്പെട്ട് പറഞ്ഞു, അതേ ഉണ്ട്, ഞങ്ങൾ വായിച്ചു തരാം. ഈ വിഷയം ഇവിടെ വന്ന അവരുടെ മുസ്ലിയാരോട് ഞാൻ സനത് കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവര് പരിചയപ്പെടുത്തി. പ്രസംഗത്തോടെ ഞങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ ആ ഭാഗം ഞങ്ങൾ പ്രത്യേകം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് വേണം കേൾപ്പിക്കും. കരുതിയിട്ട് തന്നെ വന്നിട്ടുള്ളത്. അപ്പോ ആ പശ്ചാത്തലത്തിൽ പ്രസംഗം നിർത്തുമ്പോൾ അദ്ദേഹം പറഞ്ഞ സനതും കൊണ്ടേ വരാവുന്നു. ആ സനതും കൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. കഴിഞ്ഞ നിങ്ങളുടെ SKSFിലെ സെക്രട്ടറിയായി ഷഫീഖ് എന്ന സഹോദരൻ കോഴിമുക്കിൽ വെച്ച് ചോദിച്ച ആ സനത് ഞാൻ കൊടുത്തില്ല എന്ന് തെറ്റിദ്ധരിപ്പിച്ചു. ആ സനതും കൊണ്ട് വരണമെന്ന് പറഞ്ഞു. ആ സനതും കൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. അല്ലാതെ ഹസ്രജിയുടെ റിജാലും കൊണ്ടുവരണമെന്ന് ഇവിടെ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ ആ ക്ലിപ്പ് നിങ്ങൾക്ക് കേൾപ്പിക്കാവുന്നതാണ്. അങ്ങനെ ഹസ്രജി മർക്കസ് സഖാഫത്ത് സുന്നിയിലേക്ക് കൊടുത്ത ഷേർ മുബാറക്കിന്റെ റിജാലും കൊണ്ടേ ഇവിടെ വരാൻ ഞാൻ പാടുള്ളൂ എന്ന് നിങ്ങളുടെ നേതാവ് പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രസംഗത്തിന്റെ ഭാഗം കൊണ്ടുവന്നാൽ ഇൻഷാ അല്ലാഹ് ഞാൻ കേൾപ്പിച്ചു തരാം. ഏതായാലും എന്താണ് എനിക്ക് വേണ്ട. അപ്പൊ ഇൻഷാ അല്ലാഹ് എന്താണ് ചോദിച്ചോട്ടെ. ഞാനിപ്പോ ഒരു സാധാരണ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നിങ്ങളിപ്പോ എനിക്കുള്ളൊരു സ്വാഭാവികമായ ഒരു സംശയമാണ്. ചോദ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാനൊരു സംഘടനയുടെയും വക്താവോ കാര്യങ്ങളോ അല്ല. നിങ്ങൾ ഈ 2 സംഘടനകൾ SKSF ആയാലും SSF ആയാലും നിങ്ങൾ അവകാശപ്പെടുന്നത് സമുദായത്തിന്റെ ഉന്നമനം എന്നുള്ള രീതിയിലാണ്. ഈ ഒരു തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വഴക്കും കാര്യങ്ങളും ഉണ്ടാക്കിക്കൊണ്ട് ഒരു സംസാരം ഉണ്ടാക്കിക്കൊണ്ട് ഈ ഊർജവും കാര്യങ്ങളും ഒക്കെ വിനിയോഗിക്കുന്നതിന് പകരം നിങ്ങൾക്കൊന്നിച്ച് സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൂടെ? എനിക്ക് സ്വാഭാവികമായിട്ടുള്ള സാധാരണ വ്യക്തി എന്നുള്ള രീതിയിൽ ഞാൻ ഈ കേട്ടുകൊണ്ടിരുന്നതിന് എനിക്ക് സ്വാഭാവികമായി ഉണ്ടായ ഒരു സംശയം ഞാൻ ചോദിക്കുന്ന ഒരു കാര്യമാണ്. ന്യായമായൊരു വിഷയം അദ്ദേഹം പറഞ്ഞത്. ഇവിടെ ഈ വിവാദം തുടങ്ങി വെച്ചത് ഞങ്ങളല്ല. ഞങ്ങളിവിടെ ഇത് പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? വളരെ ആക്ഷേപപരമായി ഏതോ ഒരു മുടി കൊണ്ടുവന്നിട്ട് AP ഉസ്താദ് നബിതങ്ങളുടേതാണെന്ന് പറയുന്നു എന്ന് തെറ്റിദ്ധാരണ ഇവിടെ പരത്തിയതുകൊണ്ടാണ്. അനുബന്ധമായി 2 വാക്കിൽ ഇൻഷാ അല്ലാഹ് ഹംസ തഖാഫി SKSന്റെ പ്രതിനിധിയായിട്ട് ഇതിനോട് ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ നയം 2 വാക്കിൽ പറയും. അത് കഴിഞ്ഞൊരു സംഭവം പറഞ്ഞ് നമുക്ക് ദുആ ചെയ്ത് ഇൻഷാ അല്ലാഹ് നമുക്ക് പിരിയേണ്ടതുണ്ട്. SKSFും SSFും അതുപോലെ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ EK അബൂബക്കർ ഉസ്താദിന്റെ നാമധേയത്തിലുള്ള അല്ലെങ്കിൽ അവിടുന്ന് ജനറൽ സെക്രട്ടറിയായി സേവനം ചെയ്തിട്ടുള്ള സമസ്തയും ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉള്ളാൾ തങ്ങൾ നേതൃത്വം നൽകുന്ന സമസ്തയും എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം. ഇങ്ങനെ സമസ്തകൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടെങ്കിലും നിഷ്പക്ഷമായി എന്നെ കേൾക്കുന്ന മുഴുവൻ സഹോദരങ്ങളോടും ചോദിക്കുകയാണ്, ഈ കൊല്ലം ജില്ലയിൽ ഇന്നുവരെ SYSകാരും SKSFകാരും തമ്മിൽ ഒരു പ്രശ്നമുണ്ടായതായി നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമോ? ഇവിടെ ഇസ്ദുദ്ദീൻ സഖാഫിയുണ്ട്, മുഹമ്മദ് കുഞ്ഞി സഖാഫിയുണ്ട്, ഐദ്രൂസ് ഉസ്താദുണ്ട്, ഒരുപാട് സാദാത്തുക്കളുണ്ട്,
ഒരുപാട് പണ്ഡിതന്മാരുണ്ട്. ബഹുമാനപ്പെട്ട ഷാജഹാൻ ഫൈസിയുണ്ട്, ബഹുമാനപ്പെട്ട ശിഹാബുദ്ദീൻ ഫൈസിയുണ്ട്. ഇങ്ങനെ പണ്ഡിതന്മാര് ധാരാളം 2 സംഘടനയിൽപ്പെട്ടവരും ഈ ജില്ലയിലുണ്ട്. ഇന്ന് വരെ SYSകാരും SKSSFകാരും തമ്മിലൊരു പ്രശ്നം ഇവിടെ ഉണ്ടായിട്ടില്ല. ഈ പ്രശ്നത്തിന് വഴിമരുന്നിട്ടത് ഈ നാലുമുക്കിൽ നിന്നാണ്. സത്യസന്ധമായി മനസ്സിലാക്കണം. ഞങ്ങൾ ഇവിടെ SKSSFകാരെ ആക്ഷേപിക്കാൻ വേണ്ടി വെച്ച പരിപാടിയാണ്. ഞാൻ SYSന്റെ ഔദ്യോഗികമായ ഒരു പ്രതിനിധി എന്ന നിലയിൽ കൂടി നേരത്തെ ഒരു സഹോദരൻ മാന്യമായ, വളരെ മാന്യമായ നിലയിൽ ഒരു ചോദ്യം ചോദിച്ചു. അൽഹംദുലില്ലാഹ്, ഹൃദയത്തിന്റെ ഉള്ളിൽ സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനകൾ നല്ലതുപോലെ യോജിച്ച് പ്രവർത്തിക്കണമെന്ന ഉത്കടമായ ഒരാശയുള്ളതിന്റെ പേരിലായിരിക്കും അദ്ദേഹം ചോദിച്ചതെന്ന് മനസ്സിലാക്കുന്നു. മാന്യമായി പറയുന്നു, പ്രശ്നത്തിന് ഒരേ ഒരു പരിഹാരം. അമ്പലക്കടവ് ഫൈസിയാണെങ്കിലും അതല്ലെങ്കിൽ ഈ വിവാദങ്ങളുമായി വന്ന കാസിമിയാണെങ്കിലും അവർക്കൊക്കെ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ അടുക്കലേക്ക് വന്ന് കാന്തപുരം ഉസ്താദുമായിട്ട് അല്ലെങ്കിൽ പേരോട് ഉസ്താദുമായിട്ട് അല്ലെങ്കിൽ അവർ നിശ്ചയിക്കുന്ന പ്രതിനിധിയുമായിട്ട് നേരിട്ട് ഇവിടെ വെച്ച് കരാർ എഴുതി ഒപ്പിട്ടുകൊണ്ട് അബൂദാബിയിൽ ഹസ്റജിയുടെ അടുക്കൽ പോയി ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ അവർ തയ്യാറാകണം. അതാ വേണ്ടത്. അതിനു വേണ്ടുന്ന ചെലവുകളും കാര്യങ്ങളും ഒക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ നടത്തിക്കൂടെ? നമ്മൾ നടത്തും ഇൻഷാ അല്ലാഹ്. ഇനി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ നാലുമുക്കിലെ ജനങ്ങൾ, ഞാനിവിടെ വലിയ ജമാഅത്തിൽ കുറച്ച് നാളിരുന്നതാണ്. ഇവിടുത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് വലിയ സ്ഥാനം കൊടുക്കുന്നവരും എല്ലാ നിലയിലും അലിമീങ്ങളെയും സാദാത്തുക്കളെയും ബഹുമാനിക്കുന്നവരുമായ ഒരു നല്ല കെട്ടുറപ്പുള്ള ഭദ്രതയോടുകൂടി പോകുന്ന ഒരു ജമാഅത്താണ് നാലുമുക്ക് ജമാഅത്ത്. ഞങ്ങളൊക്കെ വളരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പണ്ഡിതന്മാരാണ് ബഹുമാനപ്പെട്ട ഷാജഹാൻ ഫൈസിയും ശിഹാബുദ്ദീൻ ഫൈസിയും ഒക്കെ. ഞങ്ങളൊക്കെ പരസ്പരം എല്ലാ വേദികളിലും സന്തോഷത്തോടെ വേദികൾ പങ്കിട്ട് വളരെ സന്തോഷത്തോടുകൂടി കഴിഞ്ഞുകൂടുന്നവരാണ്. ആ പണ്ഡിതന്മാരെ കൂടി പറയിപ്പിക്കുന്ന നിലയിൽ കൂടിയുള്ള അസഭ്യങ്ങളും മോശമായ ശൈലികളും ദയവ് ചെയ്ത് ആവർത്തിക്കല്ലേ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിസരത്തൊക്കെയുള്ള സുന്നത്ത് ജമാഅത്തിന്റെ മുഹിബ്ബീങ്ങളും പ്രവർത്തകരും ഒക്കെ അകത്തേക്ക് കടന്ന് നിൽക്കണം. കാരണം നമുക്ക് ദുആ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആധാർ ഉള്ള രാജാക്കന്മാർ ഖബറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഹർ മുബാറക് ഉള്ളതുകൊണ്ട് ആ ഖബർ സന്ദർശിക്കാൻ പ്രത്യേകം നിർദ്ദേശിക്കപ്പെട്ട ഇമാമികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ അതുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാരെ വിമർശിക്കുന്ന ആളുകൾ ലോകത്തെന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഅ്ജിസത്ത് കാണിച്ചിട്ട് അംഗീകരിക്കാത്തവരല്ലേ മക്കത്തെ കുഫാറുകൾ? സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ഖലീഫയായത് ശരിയായില്ല എന്ന് പറഞ്ഞവരല്ലേ ഷിയാക്കൾ? ബഹുമാനപ്പെട്ട അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹുവിനെ ആക്ഷേപിച്ചവർ അബൂ ഹനീഫ ഇമാം തങ്ങളുടെ കാലത്തുണ്ട്. ശാഫി ഇമാം തങ്ങളെ ജയിലിലടക്കാൻ ശ്രമിച്ചവർ ഷാഫി ഇമാം തങ്ങളുടെ കാലത്തുണ്ട്. മാലിക് ഇമാം തങ്ങളെ ജയിലിലടച്ച് പീഡിപ്പിച്ചവർ മാലിക് ഇമാം തങ്ങളുടെ കാലത്തുണ്ട്. അഹ്മദ് ബിൻ ഹംബൽ ഷൈബാനി റളിയല്ലാഹു അൻഹുവിനെ ജയിലിൽ അടച്ചിട്ട് തല്ലിപ്പഴിപ്പിച്ചിട്ട് ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിഞ്ഞില്ല. തല്ലിയതാരാ? എല്ലായിടത്തും മുസ്ലിം പേരുള്ള ആളുകളാണ്. കാഫിരീങ്ങളും മുശ്രിക്കീങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ജൂതന്മാരും ഒന്നും അല്ല ഈ ഇമാമിങ്ങളെല്ലാം തല്ലുകയും ആക്ഷേപിക്കുകയും ചെയ്തത്. അപ്പോൾ ചരിത്രത്തിന്റെ ആവർത്തനമാണ്. യോഗ്യരായ പണ്ഡിതന്മാർക്ക് വിമർശനങ്ങൾ ഉണ്ടാകും. അപ്പോൾ ബഹുമാനപ്പെട്ട AP ഉസ്താദ് അവറുകളെ ഇന്ന് ആളുകൾ വിമർശിക്കുന്നത് അതിന്റെ പേരിലാണ്. സത്യപ്രസ്ഥാനത്തിന്റെ ആളാണെന്നതിന് തെളിവാണ്. എത്ര കൊല്ലമായി എന്തെല്ലാം ആരോപണങ്ങൾ ഉസ്താദിന്റെ പേരിൽ ഈ സംഘടന ഉയർത്തി. ഒറ്റ ആരോപണങ്ങളും അവർക്ക് തെളിയിക്കാൻ കഴിഞ്ഞില്ല. ഒറ്റ ആരോപണത്തിന്റെ പേരിലും ഉസ്താദിനെ അല്ലാഹു തആല ചെറുതാക്കിയിട്ടില്ല. കാരണം ആരോപണം മാത്രമായിരുന്നു എന്ന കാരണത്താൽ. ഉസ്താദിനെ പണ്ട് പള്ളിയുടെ ക്യാഷ് കട്ടു എന്ന് അരീക്കാട് പള്ളി പ്രശ്നം കൊണ്ടുവന്നു. ഇപ്പോ കോടികളുടെ പള്ളി പണിയാൻ പോകുന്നു എന്നുള്ള പരാതിയാണ്. പണ്ടോ രാജഗോപാലിന് കോടി കൊടുത്തു എന്നുള്ള പ്രശ്നം. അപ്പൊ മർക്കത്തിൽ കോടികൾ ഉണ്ട് എന്ന് മനസ്സിലായല്ലോ. പിന്നെന്തിനാ ഈ പള്ളിയുടെ പേര് കോടി പിരിക്കുന്നത്? രാജഗോപാലിന് കോടി കൊടുക്കാൻ മർക്കത്തിലുണ്ടെങ്കിൽ പള്ളി പണിയാൻ കോടി വേറെ ഉണ്ടാവുമല്ലോ. അപ്പൊ ആരോപണം എന്താണെന്ന് പോലും അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്നവർ. അതുകൊണ്ട് നമ്മളാരും അത്തരം ആരോപണങ്ങളിൽ വഞ്ചിക്കപ്പെടാതെ എല്ലാത്തിലും ഉപരി റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് വെക്കണം. അവസാനം ലോകത്തിന്റെ നേതാവ് റഹ്മത്തുൽ ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമുഖം കണ്ടുകൊണ്ട് മരിക്കാൻ ഞങ്ങൾക്ക് അവസരം നൽകണം റഹ്മാനേ. ഞങ്ങളുടെ ഈമാൻ
ഇമാമിങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടവരാണ്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ആക്ഷേപം വന്ന മഹാന്മാര് മുഴുവനും അബൂ ഹനീഫ ഇമാം തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു എന്ന മനാഖിബ് അബീ ഹനീഫയിലുണ്ട്. ബഹുമാനപ്പെട്ട മാലിക് ഇമാം തങ്ങൾ മദീന വിട്ട് ലോകത്തെവിടെയും പോകാതിരുന്നത് മഹബത്ത് കൊണ്ടാണ്. അവിടുന്ന് കണ്ടതിന് രേഖകൾ അവിടുത്തെ സവാനികളിലുണ്ട്. ബഹുമാനപ്പെട്ട ശാഫി ഇമാം തങ്ങൾ 10 വയസ്സുള്ളപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടിട്ടുണ്ട്. പിന്നീട് സുബ്കി ഇമാം തങ്ങൾ തറഫാത്തിൽ പറയുന്നുണ്ട്, അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾക്ക് സലാം പറയാൻ നബി തങ്ങൾ പറഞ്ഞു എന്ന്. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടിട്ടുണ്ട്. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടിട്ടുണ്ട്. അതുപോലെ എല്ലാ ഇമാമിങ്ങളും കൊണ്ടുപോയി ഞങ്ങളും അത് കൊതിച്ചിട്ട് സ്വലാത്ത് ചൊല്ലുന്നവരാണ്. അല്ലാഹുവേ ഞങ്ങളുടെ ഖൽബ് മുനവ്വറാക്കണം റഹ്മാനേ. ചെറുപ്പക്കാരെ, നമുക്കാകെയുള്ള വഴി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഹബ്ബാണ്. ഞാൻ മിനിഞ്ഞാന്ന് കായംകുളത്ത് ചെല്ലുമ്പോൾ കുറച്ച് SSFന്റെ പ്രവർത്തകരെ കണ്ടപ്പോൾ അതാ ഒരു കയ്യിൽ ഡിജിറ്റൽ തസ്ബീഹ് കൊണ്ടുവന്ന് സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാനുള്ള പൂതി കൊണ്ടാണ്. ഞങ്ങൾക്ക് ഒരുപാട് തവണ കാണിച്ചു തരണം റഹ്മാനേ. എനിക്കറിയുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട്, കാഴ്ചയില്ലവര് ഭൗതികന്മാരാണ്. പക്ഷേ SSFന്റെ ശിക്ഷണം കൊണ്ടവർ ലക്ഷക്കണക്കിന് സ്വലാത്ത് ചെല്ലുന്നവരാണ്. അതുകൊണ്ട് ഇവിടെ നമുക്ക് അധികാരം വേണ്ട. പഞ്ചായത്ത് മെമ്പറാകാൻ നമ്മൾ ആഗ്രഹിച്ചിട്ടില്ല, MLA ആകണമെന്ന് കൊതിച്ചിട്ടില്ല, MP ആകാൻ വേണ്ടി ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ചേർന്നിട്ടില്ല. ആകെ വേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമ്മതമാണ്. മുടങ്ങാതെ ഇടയ്ക്കിടയ്ക്ക് മദീനത്തൊന്ന് ചെന്നിട്ട് സലാം പറയണം. മസ്ജിദുൻ നബവിയിൽ കിടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് കാണണം. നാട്ടിൽ വന്നിട്ടും ആശ വെച്ച് സ്വലാത്ത് ചൊല്ലുമ്പോ ഹബീബിനെ ഒന്ന് ദർശിക്കണം. എന്ത് രസമുള്ള ജീവിതമായിരിക്കും അത്. ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണം റഹ്മാനേ. അതുകൊണ്ട് SSFന്റെ കുട്ടികളെ, ഹബീബായ നബി തങ്ങളുടെ ബഹുമാനത്തിന് കുറവ് വരുന്ന ഒരൊറ്റ വാക്കും വന്നു പോകല്ലേ. നമ്മൾ ഇബാദത്ത് കുറഞ്ഞവരാണ്. രക്ഷയ്ക്ക് വേണ്ടി കാണുന്ന ഏക വഴി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്കാണ്. സ്വലാത്ത് ചൊല്ലിയ സുലൈമാനുൽ ജസൂലി തങ്ങൾ, ഞാൻ നീട്ടുന്നില്ല, സമയം വൈകിപ്പോയി. സുലൈമാനുൽ ജസൂലി റളിയല്ലാഹു അൻഹു ആരാണ്? ദലായിലുൽ ഖൈറാത്തിന്റെ മുസന്നിഫാണ്. സ്വലാത്ത് ചൊല്ലിയ മഹാനാണ്. ഖബറടക്കിയിട്ട് 70 കൊല്ലം കഴിഞ്ഞിട്ട് ഖബർ തുറന്നു. ശരീരത്തിനൊരു കേടും വന്നിട്ടില്ല. എന്നിട്ട് നല്ല വെളുത്ത മനുഷ്യനാണ്. മുഖത്ത് പോയി വിരൽ അമർത്തിയൊന്ന് തടകിയപ്പോൾ രക്തം നീങ്ങുന്നത് കാണാൻ കഴിഞ്ഞു. അവസാനം മറാഖിസിൽ, മൊറോക്കോയിൽ ബഹുമാനപ്പെട്ടവരുടെ ശരീരം അവിടുന്ന് എടുത്തിട്ട് മറ്റൊരു സ്ഥലത്ത് കബറടക്കിയെന്ന് മഹാന്മാര് രേഖപ്പെടുത്തുന്നു. അത് സ്വലാത്തിന്റെ ബഹുമാനമാണ്. മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ജനാസയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഅർ മുബാറക് വെച്ചിട്ടുണ്ട്. അനസ് ബിൻ മാലിക് തങ്ങളുടെ ജനാസയിൽ നാവിന്റെ അടിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഅർ മുബാറക് വെച്ചിട്ടുണ്ട്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ ജനാസയിൽ ശഅർ മുബാറക് വെച്ചിട്ടുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ജനാസയുടെ നെഞ്ചുഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുപ്പായം വെച്ചടക്കിയിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ നടന്നുമില്ല, ഒരൊറ്റ പ്രതീക്ഷയേ ഉള്ളൂ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബാധ്യത അവിടുത്തെ മഹബ്ബത്ത് പ്രചരിപ്പിക്കലും. ആരെങ്കിലും ഹബീബിന്റെ മഹത്വത്തിനെതിരെ വന്നാൽ അതിന് തടസ്സം കഴിയും പോലെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്ഷേപം പറയുമ്പോ സത്യം പറയലും. അതാണ് നമുക്കിപ്പോൾ ചെയ്യാവുന്നത്. ഈ സദസ്സിൽ കൂടിയ എല്ലാ ആളുകളും സ്വലാത്ത് വർദ്ധിപ്പിക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇഷ്ക വർദ്ധിപ്പിക്കണം. ഇൻഷാ അല്ലാഹ് സാധുവായ ഞാൻ നാളെ മയ്യത്തിൻകരയിൽ കുത്തുബിയത്ത് വാർഷികത്തിന്റെ ഭാഗമായി സംസാരിക്കുന്നുണ്ട്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹുബ്ബാണ് പറയേണ്ടത്. നമുക്കതിലൂടെ മദീനയിലേക്ക് ചേരണം. അല്ലാഹു നമ്മെ സ്വീകരിക്കട്ടെ.
അവിടുന്ന് കൈവറിഞ്ഞ ഇഷ്ടന്റെ ആളുകളാക്കി തരട്ടെ. അല്ലാഹുവേ, ഞങ്ങളെ മുഴുവനും നീ സ്വീകരിക്കണം റഹ്മാനേ. മഹബ്ബത്ത് വർദ്ധിപ്പിച്ചു തരണം റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളുടെ ഖൽബ് മുനവ്വറാക്കി തരണം റഹ്മാനേ.